السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين وجميع عبادك الصالحين أما بعد. സ്നേഹാദരവുകളുള്ള മുതഅല്ലിമുകളെ, ഈ ഇശാ കഴിഞ്ഞ് 10 മണിയായ ഈ അവസരത്തിൽ വളരെ താല്പര്യത്തോടെ ഇരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ യാത്ര, ചരിത്രഭൂമികളുടെ സ്പന്ദനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ചരിത്രഭൂമികൾ കൊണ്ടിവിടെ അർത്ഥമാക്കുന്നത് നമുക്ക് കേൾക്കുമ്പോൾ സ്വാഗതത്തിൽ നിന്നും മനസ്സിലാക്കിയതുപോലെ പല ചരിത്രങ്ങൾ പല നാടുകളിൽ നടന്നിട്ടുണ്ടാകും. അപ്പോൾ എല്ലാ നാടുകളും ചരിത്രഭൂമികളാണ് അങ്ങനെ പറയുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക പ്രമാണങ്ങളിലൊക്കെ ചർച്ചകൾ വരുന്ന, ചരിത്രങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഭൂമികകളെക്കുറിച്ചാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ പ്രഥമമായി മക്ക, മദീന, സൗദി അറേബ്യയുടെ മറ്റു ഭാഗങ്ങൾ, ജസീറത്തുൽ അറബിയ, അതുപോലെ പിന്നെ ഇസ്ലാം വളരാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ സ്വഹാബികൾ യാത്ര ചെയ്ത് പ്രബോധനം ചെയ്ത് ഇസ്ലാം പ്രചരിപ്പിച്ച പരിസര പ്രദേശങ്ങൾ, യമൻ, സിറിയ, ഇറാഖ്, ഈജിപ്ത് തുടങ്ങിയ നാടുകളൊക്കെ, ജോർദാൻ ഒക്കെ നമുക്ക് അവിടുത്തെ അസ്ഹാബിൻ്റെ ചരിത്രങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് കാണാം. അത്തരം നാടുകളിൽ ഒരു വിശാലമായൊരു സംസാരം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ കുറേ സഞ്ചാരികൾ അവരുടെ സഞ്ചാരത്തിനിടയിലുള്ള പലതും എഴുതി വെക്കുന്ന ഒരു രചനാ ശൈലി തന്നെയുണ്ട്. നമ്മുടെ അറബിയിൽ അതിന് രഹല എന്നാണ് പറയുക. രഹലത്ത് ബിനു ബത്തൂത്ത, രഹലത്ത് ബിനു ജുബൈർ, രഹലത്ത് ബിനു ഖൽദൂൻ, ഇബ്നു ബത്തൂത്ത അക്കൂട്ടത്തിൽ റഹാലത്തുൽ അറബിൽ മുസ്ലിമീൻ, അതിലെ ഏറ്റവും പ്രധാനിയായി അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രഹല തുഹ്ഫത്തുൻ നുല്ലാർ ഫി ഖറായിബിൽ അംസാർ വ അജായിബിൽ അസ്ഫാർ എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര്. നമ്മൾ രഹല എന്നാണ് പറയുക. ഇബ്നു ബത്തൂത്ത കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രചന നല്ല രസമാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എന്നാ ഒന്ന് വായിക്കണം. ഇവിടെ ഉണ്ടാവും, കുത്തുബാനലുണ്ടാവും. രഹല അദ്ദേഹം കണ്ടത് നന്നായി ഇങ്ങനെ പറഞ്ഞു തരും, നല്ല രസകരമായി അവതരിപ്പിക്കും. ഖാലിഖൂത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ബിൽ ഖാഫാണ് അതിൽ എഴുതിയത്, ഞാൻ ഓർക്കുന്നു. ഖാലിഖൂത്തിനെ കുറിച്ചും കൂലത്തെക്കുറിച്ചും ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ഇവിടെ നിന്നാണ് ഇപ്പോൾ തുടങ്ങേണ്ടത്. കൂലം എന്ന് പറഞ്ഞാൽ കൊല്ലമാണ്. അതുപോലെ ഫന്തരീനെക്കുറിച്ചും, ഫന്തരീന എന്ന് പറഞ്ഞാൽ പന്തലായനിയാണ്, കൊയിലാണ്ടിക്കടുത്താണ് അത് പന്തലായനി. അതുപോലെ ദഹ്ഫത്തൻ ധർമ്മപട്ടണം, ധർമ്മടത്തെക്കുറിച്ചും, ഹീലിയെക്കുറിച്ചും, ഏഴിമല ഉള്ളാളതങ്ങളുടെ ഏരിയ പയ്യന്നൂരടുത്ത്, ഫാക്കന്നൂരിനെ കുറിച്ചും, മഞ്ചരൂർ മാംഗ്ലൂരിനെ കുറിച്ചും ഇതെല്ലാം ഇബ്നു ബത്തൂത്ത സംസാരിച്ചിട്ടുണ്ട്. അഅലമു മറാസിദ് ദുന്യ മിൻ അഅലമി മറാസിദ് ദുന്യ എന്നാണ് കോഴിക്കോട് പോർട്ടിനെ കുറിച്ച് ഇബ്നു ബത്തൂത്ത എഴുതിയത്.
ഞാൻ അലക്സാണ്ട്രിയയിൽ കണ്ടത് കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ സീപോർട്ട് കോഴിക്കോട്ടാണ് എന്ന് ഇബ്നു ബത്തൂത്ത എഴുതി വെച്ചിട്ടുണ്ട്. അതെവിടെയായിരിക്കും നമുക്കറിയില്ല. ആ പോർട്ടെല്ലാം അദ്ദേഹം 800 ചില്ലാനത്തിലുള്ള ആളാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അദ്ദേഹത്തിൻ്റെ രാജ്യം ഏതാണെന്നറിയുമോ? മൊറോക്കോയിലെ ത്വഞ്ച സ്വദേശിയാണ്. ടാങ്കർ 35 കൊല്ലം അദ്ദേഹം ചുറ്റിയിട്ടുണ്ട്, 2 ഘട്ടമായി. ഒരു ഘട്ടം ഫസ്റ്റിൽ 28 കൊല്ലവും പിന്നെ ജസ്റ്റ് ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടി ഒരു 7 കൊല്ലവും. അങ്ങനെ ഒരു 35 കൊല്ലമാണ് അദ്ദേഹം ചുറ്റിയത്. അതിനിടക്കാണ് ഇവിടെയെല്ലാം എത്തിപ്പെട്ടത്. ആദം മല കയറാൻ പോയതും എന്നിട്ട് ഒരു സ്ഥലമെത്തിയാൽ പിന്നെ അങ്ങോട്ട് കയറണമെങ്കിൽ ഓരോ മതക്കാരും തൻ്റെ അവസാന വാക്കും പറഞ്ഞാൽ കയറാറുള്ളത് ഞാൻ ഷഹാദത്തും ചൊല്ലിയ കാര്യത് എന്ന് പറയുന്നുണ്ട്. അത്രയും ദുർഘടമായ പല സ്ഥലങ്ങളിലും സംഭവങ്ങളിലും വിഷയങ്ങൾക്കും അദ്ദേഹം സാക്ഷിയായതും മരണം മുഖാമുഖം കണ്ടതും ഒക്കെ അതിലുണ്ട്. നല്ല രസമാണത്. റിഹ്ലയിൽ അദ്ദേഹം നേരത്തെ കേട്ടതുപോലെ ഏഴുമലയിലെ ദർശനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ലിക്കുല്ലി സ്വാതിരിൻ വ വാരിദിൻ, എല്ലാ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ അവിടെ ഭക്ഷണമുണ്ട്, അവിടെ വലിയൊരു നേർച്ചപ്പെട്ടിയുണ്ട്, ഒക്കെ അതിലുണ്ട്. അപ്പോൾ നേർച്ചപ്പെട്ടി ഉണ്ട്, അതിൽ അവിടെ അങ്ങനെ ആ വകയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്, കുറേ മുത്തഅല്ലിമീങ്ങളോട് പഠിക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്. ഇബ്നു ജുബൈറിൻ്റെ ഒരു രഹലയുണ്ട്, അതിലുണ്ട് പള്ളി ദർസുകളെക്കുറിച്ച്. ദമസ്കസിലെ ഒരു പള്ളി ഒരു തൂണിൻ്റെ ചുറ്റുമുണ്ട്. അവിടെ തൂണിൻ്റെ ചുറ്റും ഓതുന്നവർക്ക് വേണ്ടി മാത്രം പ്രത്യേക വഖഫുണ്ട്, ദർസ് ഓതുന്നവർക്ക് വേണ്ടി മാത്രം. അത് ഞാൻ നേരത്തെ രഹലയെപ്പറ്റി പറഞ്ഞപ്പോൾ ഒന്ന് അനുസ്മരിച്ചതാണ്. രഹലകളിൽ ഇങ്ങനെ നമുക്ക് അവർ കണ്ടതും അവരനുഭവിച്ചതുമെല്ലാം കുറിച്ച് വെക്കാറുണ്ട്. നമുക്കിപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മിസ്റിനെ കുറിച്ചോ? നബന മിസ്റിനെ കുറിച്ച് പറയാം. ഈജിപ്തിൽ നമ്മൾ പഠിക്കാൻ പോയപ്പോഴാണ് ഈജിപ്ത് യാത്ര തുടങ്ങുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ പോയത്. ഇവിടെ 2005 നിന്ന് സഖാഫിയായി ഇറങ്ങി 25 ആളുകൾക്ക് ഈജിപ്തിലേക്ക് ഒരവസരം കിട്ടി. ബഹുമാനപ്പെട്ട ഉമർ അബ്ദുള്ള കാമിൽ റഹിമഹുല്ലാഹ് അവരുടെ ബിൽഡിങ്ങിലാണ് നിങ്ങൾ താമസിക്കുന്നത് പലരും. അവർ ഇവിടെ കെയർ ഓഫിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഈജിപ്തിൽ ആ യാത്രയിൽ 25 ആളുണ്ട്. അങ്ങനെ പല അനുഭവങ്ങളും ആ യാത്ര, അതൊക്കെ എല്ലാം പറയേണ്ടത്. ഈജിപ്തിൽ ഇറങ്ങിയപ്പം ഈജിപ്തിൽ ഇറങ്ങിയപ്പം നമ്മളെ തടഞ്ഞു വെച്ചു. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പം എന്താ കാരണം? അതിൻ്റെ തൊട്ട് മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് ഇതേപോലെ 25 ആൾ ഇറങ്ങിയിട്ട് പിന്നെ പുറത്തിറങ്ങിയതിൻ്റെ ശേഷം അവരെ മിസ്സായി. അപ്പോൾ ഇവർക്കൊരു ദുരൂഹത വന്ന് ഇങ്ങനെ പിറ്റേന്ന് ഒരു 25 ആൾ. പിന്നെയാണ് ഞങ്ങളിതൊക്കെ അറിയുന്നത്. അപ്പോൾ അന്വേഷണം നടത്തി ആരാണ് റയീസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടുന്ന് ഉസ്താദ് ഇവിടെ യാത്രയപ്പൊക്കെ തന്നു. അന്ന് നെല്ലിക്കുത്ത് ഉസ്താദുണ്ട്, അബ്ദുൽ ഉസ്താദുണ്ട്, വലിയ ഉസ്താദുമാരൊക്കെ ഉണ്ട്, ബീരാൻകുട്ടി ഉസ്താദിൻ്റെ വളക്കുളം. ആ സദസ്സിൽ വെച്ച് ഒരാൾ റയീസ് വേണമെന്ന് പറഞ്ഞ് അബ്ദുൽ ഗഫൂർ എന്ന് പറഞ്ഞ് നമ്മളാക്കി. അങ്ങനെ എന്ത് ചെയ്തു? ഞങ്ങൾ ഗ്രൂപ്പിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു മൻ റയീസുൽ ജമാ മൻ. അപ്പോൾ എൻ്റെ പേര് പറയപ്പെട്ടു. അങ്ങനെ കൈറോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ എയർപോർട്ട് ഡയറക്ടർ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകപ്പെട്ടു. അങ്ങനെ അവിടെ വെച്ച് അയാൾ ഇസ്മക്ക് പേര് ചോദിച്ചു. ഇസ്മക്ക് റുബായി. അത് ഇവിടുന്ന് ആരും ചോദിക്കാറില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം എന്താണ്. അബ്ദുൽ ഗഫൂർ ഇബ്രാഹിം ഇബ്നു മൂസ ഇബ്നു അഹമ്മദ് ഇബ്നു മൂസ, 4 പേര് പറയാനാണ് പറഞ്ഞത്, ആൾ മാറാതിരിക്കാൻ. അതൊക്കെ അയാൾ എഴുതി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എന്തിനാണ് വന്നത്, എവിടെയാണ് പോകുന്നത്, കൃത്യമായിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ചു. അപ്പോൾ അയാൾക്കറിയേണ്ടത് നീ ഇറാനിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. അഫ്ഗാനിൽ പോയിട്ടുണ്ടോ? ഇല്ല. പാകിസ്ഥാനിൽ പോയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ അന്നത്തെ വിഷയങ്ങൾ നടക്കുന്ന രാജ്യങ്ങളൊക്കെ ചോദിച്ചു. ഇല്ല. നീ ഇവിടെ നിന്നാണ് പിന്നെ അറബി പഠിച്ചത്? അടുത്ത ചോദ്യം. അപ്പം ഞാൻ മർക്കസിനെ കുറിച്ച് പറഞ്ഞു. ജാമിയ മർക്കസിനെ കുറിച്ച് നന്നായി പരിചയപ്പെടുത്തി. എൻ്റെ നാട്ടിൽ ഉഷാറായിട്ട് അറബി പഠിക്കുന്നുണ്ട്, പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല, ഉഷാറായിട്ട് പഠിപ്പിക്കും, നാട്ടിൽ നിന്ന് മാത്രം തന്നെ പഠിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ റാഹത്തായി. ഞാൻ പറഞ്ഞു നമ്മൾ ജാമിയയുടെ മുഅസ്സിസ് ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം നിങ്ങളുടെ രാജ്യത്തെ പ്രസിഡൻറ്റ്, അന്ന് ഹുസ്നി മുബാറക് പ്രസിഡൻറ്റ് റയീസുൽ ദൗലയുടെ ക്ഷണം
അനുസരിച്ച് എല്ലാ റബീഉൽ അവ്വലിലും ഇഹ്തിഫാൽ മീലാദുൻ നബവിയിൽ വരുന്ന ആളാണ് എന്ന് പറഞ്ഞ്. അതോടുകൂടെ അവിടെ തീർന്ന്, വിഷയം അവിടെ തീർന്നു. അപ്പോൾ അയാൾ എഴുന്നേറ്റു, കൈയെല്ലാം തന്നു, പോയിക്കോന്നാണ്. അങ്ങനെ 24 ആളെയും കൂട്ടി ഞാനിങ്ങ് പുറത്തേക്ക് പോയി. അപ്പം അന്ന് പുറത്ത് നമ്മളെ ഇവിടുന്ന് നേരത്തെ പോയ ആളുകളൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മളെ റൂമിലേക്ക് എത്തിയതിൻ്റെ ശേഷം രാത്രിയുണ്ട് പോലീസ് വരുന്നു. പോലീസ് വന്ന് ഒരു എഴുത്തുമായിട്ട് ഒരു നിർദ്ദേശത്തിൻ്റെ മെമ്മോ ആണ്. പിന്നെ ഇത്ര മണിക്ക് നാളെ അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട്. അംനുദ്ദൗല, രാഷ്ട്ര സുരക്ഷാ സേനയുടെ ആളയാൾ. പിന്നെയും പോയി. അപ്പോൾ അവിടെ വെച്ച് കൂടെ മുർക്കാമിലിൻ്റെ ഈജിപ്തിലെ നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചൊരു ഫൈസലുണ്ട്. അങ്ങനെ ഞാനും ഈ ഫൈസലും നമ്മളെ സെക്കൻഡ് അമീറായിട്ടുള്ള ജാഫർ സഖാഫി കൈപ്പമംഗലും ഞങ്ങൾ 3 ആൾ പോയി. പേരൊക്കെ എഴുതിയെടുത്തു. എന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു. അവസാനം നമ്മൾ ഊഴമായപ്പോൾ അബ്ദുൽ ഗഫൂർ ഇബ്രാഹിം മൂസ അഹമ്മദ് മൂസ അപ്പം ഞാൻ എണീച്ചു. എൻ്റെ കൂടെ ഫൈസലും ജാഫർ സഖാഫി എണീച്ചു. അപ്പോൾ 3 ആൾ എണീച്ചാൽ മീൻ അബ്ദുൽ ഗഫൂർ അന താൽ ജിൽസ്. അവരവിടെ ഇരുത്തി. ഒരാൾക്കേ പെർമിഷനുള്ളൂ. അപ്പോൾ പോകുന്നത് രാഷ്ട്ര സുരക്ഷാ സേനയുടെ ഡയറക്ടർ എടുക്കലാണ്. അബ്ദുൽ മുഅ്മിൻ എന്നാണ് അയാളുടെ പേര്. അപ്പോൾ പട്ടാളക്കാരൻ എന്നെയും കൂട്ടി പോയി. അവിടെ ഒന്ന് മുട്ടി. അയാളുള്ളൊന്ന് സമ്മതം തന്നപ്പം ഡോറ് തുറന്നു. ഫദ്ദൽ തുടങ്ങി. അവിടെ ഇരുന്ന് സംസാരം തുടങ്ങി. ഈ ചോദിച്ച പല ചോദ്യങ്ങൾ അയാൾ ചോദിച്ചു. അയാൾക്ക് ഭയങ്കര ഒന്നുകൂടി നല്ല റാഹത്തിൽ അയാളെ ചോദ്യം. അയാൾ എഴുന്നേറ്റു, ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അബ്ദുൽ ഗഫൂർ, നീ രാജ്യത്ത് സ്വതന്ത്ര ഹർ എവിടെയും എനിക്ക് പോവാം. ശരിക്കും അസ്ഹറിലെ താലിബിന് കൈറോ പക്ഷേ നീ എവിടെയും പോയിക്കോ. എന്ത് വിഷയം ഉണ്ടെങ്കിലും എൻ്റെ പേഴ്സണൽ നമ്പറാണിത്, നിനക്കിതിൽ വിളിക്കാവുന്നതാണ്. ഞാൻ ഒരിക്കലും വിളിച്ചിട്ടില്ല. ഫോണിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. ഇതാണ് പ്രഥമ മിസ്റിലെത്തിയ ആദ്യ ദിവസവും പിറ്റേ ദിവസത്തെ അനുഭവം. അങ്ങനെ അൽഹംദുലില്ലാ പിന്നെ ഞങ്ങൾ അവിടെ മിസ്ർ ആരാണ് ഫതഹാക്കിയതെന്ന് അറിഞ്ഞൂടെ? ബഹുമാനപ്പെട്ട അമ്രുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ് ഫാത്തിഹ മിസ്ർ. അപ്പോൾ അവരുടെ ഖബർ അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഉഖബത്ത് ബിൻ ആമിറുൽ ജുഹനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ അവിടെ പ്രസിദ്ധമാണ്. അതിനോട് ചേർന്നൊരു ഖബറുണ്ട്, അത് അമ്രുബ്നുൽ ആസ് തങ്ങളുടെ ഖബറാണെന്ന് പറയപ്പെടുന്നുണ്ട്. മുഖൗഖിസ് രാജാവ് ആണതിൻ്റെ മുമ്പുള്ള രാജാവ്. അദ്ദേഹത്തിൽ നിന്നാണ് ബഹുമാനപ്പെട്ട അമ്രുബ്നുൽ ആസ് മിസ്റിൻ്റെ അധികാരം പിടിച്ച് മിസ്റിൻ്റെ അധികാരം ഇങ്ങോട്ട് വാങ്ങുന്നത്. അങ്ങനെ അവിടെ പിന്നീട് ഇസ്ലാം വളരെയേറെ പടർന്നു പന്തലിച്ചു. പിൽക്കാലത്ത് നമുക്കറിയാം, നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമാകുന്ന ഇമാം ഷാഫിയൊക്കെ മിസ്റിലാണുള്ളത്. മിസ്റിൽ വേറെയും സഹാബികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഉഖബത്ത് ബിൻ ആമിറുൽ ജുഹനിയുണ്ട്, ബഹുമാനപ്പെട്ട അമ്രുബ്നുൽ ആസുണ്ട്, പിന്നെ താബിഉകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഇമാമിങ്ങളുണ്ട്. ഇമാമിങ്ങൾ നമ്മൾ അസ്ഹറിൽ പഠിക്കാനാണല്ലോ പോയത്. അസ്ഹറിൻ്റെ പരിസരത്ത് തന്നെ ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളുടെ റഅ്സുൽ ഹുസൈനുണ്ട്, സയ്യിദുന അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. നേരത്തെ പറഞ്ഞല്ലോ പല ആചാരങ്ങളും മര്യാദകളൊക്കെ. അവിടെയൊക്കെ എന്താണ് ഇവിടുത്തെ മൗലൂദൊക്കെ. ബഹുമാനപ്പെട്ട ഉമർ കാമിൽ റഹിമഹുല്ലാ ഉള്ളപ്പോൾ അവിടെ റബീഉൽ അവ്വൽ വന്നു, ഞങ്ങളെയൊക്കെ വിളിച്ചു. 12 അന്ന് സുബ്ഹിൻ്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് ഹുസൈൻ തങ്ങളുടെ റഅ്സ് മറവ് ചെയ്യപ്പെട്ട ആ പള്ളിയിൽ ഗംഭീരമായ മൗലിദ് നടത്തി. എല്ലാ നാട്ടിലുള്ളതാണ് റബീഉൽ അവ്വൽ മൗലിദ് ഓതലൊക്കെ. അതിന് ഞാൻ സാക്ഷിയാണ്. അതിൻ്റെ വീഡിയോ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അന്ന് എ.പി. ഉസ്താദും ചുള്ളിക്കോട് ഉസ്താദും അവിടെ വന്നിരുന്നു. ഉമർ കാമിലിൻ്റെ ക്ഷണം കൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അന്ന് ഹുസ്നി പാർക്കിൻ്റെ ആ കെയർ ഓഫിലുള്ള രാജ്യം നടത്തുന്ന ഒരു മീലാദ് ആഘോഷമുണ്ട്, അതിൽ അതിഥികളായി വന്നിരുന്നു. അപ്പോൾ ഉമർ കാമിൽ അവരെയും ഇവിടത്തേക്ക് വിളിച്ചിരുന്നു. ഹുസൈൻ എന്നാണ് സ്ഥലത്തിന് തന്നെ പറയാം, ജാമിഉൽ ഹുസൈൻ. അവിടെ അന്ന് ഞങ്ങളെയും വിളിച്ചു. സുബീക്ക് തന്നെ നന്നായി മൗലൂദ് ഓതി. ഹുസൈൻ തങ്ങളുടെ റഅ്സുൽ ഹുസൈൻ അവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ പുറത്ത് വെച്ച്. അതുപോലെ മിസ്റിലെ പല സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ അതേ രൂപത്തിലുള്ള
ആചാരങ്ങൾ നമുക്ക് ധാരാളം കാണാൻ കഴിയും. നമ്മുടെ അയിമ്മത്ത് ഒരുപാട് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് മിസ്ർ. മിസ്രികളുടെ അഹ്ലുബൈത്തിനോടുള്ള ആ ഒരു പ്രത്യേക സ്നേഹവും പരിഗണനയും കൊണ്ടായിരുന്നു ഇമാമുന ഷാഫി അങ്ങോട്ട് പോകാനുള്ളത് എന്ന് ചരിത്രത്തിൽ അതും ഒരു കാരണമായിരുന്നു എന്ന് കാണാം. അതായത് അബ്ബാസി ഖിലാഫത്തിൽ അബ്ബാസികൾ അഹ്ലുബൈത്തിനെ വേണ്ട പോലെ പരിഗണിക്കാതിരുന്നൊരവസരമുണ്ടായിരുന്നു. ചരിത്രം ഞാൻ വിശാലമായി പറയല്ല, കാരണം അവർക്ക് അവരുടെ ഭരണമല്ലേ വിഷയം. അപ്പോൾ അലവിയത്ത് അൽ അബ്ബാസിയ വൽ അലവിയ, ഇമാം ഷാഫിക്കെതിരെയുള്ളൊരു കേസ് തന്നെ എന്തായിരുന്നു? ഇദ്ദേഹം അലവിയാക്കളുടെ ഗ്രൂപ്പിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണെന്നല്ലേ കേസ് കൊടുത്തിട്ടല്ലേ ബഗ്ദാദിലേക്ക് കയ്യാമം വെച്ചുകൊണ്ട് ഇമാം ഷാഫിയെ യമനിൽ നിന്ന് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. കള്ളത്തരത്തിലുള്ള കേസ് കൊടുത്തതാണ്. ഇമാം ഷാഫി യമനിലെ ഗവർണർ ഒരു ലാലിമായ ഗവർണറാവുകയും ഖാളിയാകുന്ന ഇമാം ഷാഫിൻ്റെ അടുക്കൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നീതിപരമായി വിധിക്കുമ്പോൾ ഗവർണർക്കെതിരെ എല്ലാ ദിവസവും പത്രത്തിൽ എന്ത് വരൂ? ഗവർണർക്കെതിരെ വിധിയാണ് വരുന്നത്. പിന്നെ ഗവർണർക്ക് സഹിക്കുമോ? അപ്പോൾ അയാൾ ഒരു തട്ടിപ്പുണ്ടാക്കി, ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് എന്ത് പറഞ്ഞു, ഇവിടെ ഒരു മുഹമ്മദ് ബിൻ ഇദ്രീസ് ഉണ്ട്, ഖാദി ഭയങ്കര പ്രശ്നമാണ്, അലവികൾക്കുള്ള നേതൃത്വം കൊടുക്കുന്നുണ്ട്, നമ്മൾ രാജ്യമൊക്കെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന പോലാണ്, അദ്ദേഹത്തിൻ്റെ നാവ് 100 വാളുകളെക്കാൾ മൂർച്ചയുള്ളതാണ് എന്നൊക്കെ എഴുതി. എന്നിട്ട് ഇമാം ഷാഫിയുടെ ഒരു ബൈത്തും കൂടി അദ്ദേഹം കത്തിൽ ഉൾപ്പെടുത്തി. എന്താണ് ആ ബൈത്ത്? ലൗകാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫൽയശ്ഹദി സഖലനി അന്നീ റാഫിളി. ലൗ എന്നല്ലേ പറഞ്ഞത് തന്നെ. ലൗകാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദിൻ, ആലു മുഹമ്മദിനോട് സ്നേഹം കാട്ടുമ്പോഴേക്ക് റാഫിളിയാകുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് റാഫിളി ഞാനാണ്. ഇത് ഷർത്തിയായ കലാമാണ്. ആലു മുഹമ്മദിനോട് ഹുബ്ബ് വക്കൽ റഫളാവുകയില്ലല്ലോ. ആണെങ്കിൽ അത് വിചാരിച്ചുകൊണ്ട് അഹ്ലു ബൈത്തിനെ തള്ളാൻ എല്ലാവരും ഈ അന്നത്തെ അബ്ബാസികൾ ചെയ്ത പോലെ ആട്ടിപ്പുറത്താക്കാൻ, അതുപോലെ അവരെ വിഷമമുണ്ടാക്കിയിട്ട് പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാക്കാൻ ഞാൻ കൂട്ടു നിൽക്കൂല. അപ്പോൾ ഇമാം ഷാഫി അതിങ്ങനെ ചൊല്ലിയിരുന്നു. അത് അങ്ങനെ ഒരു 2 ബൈത്ത് ചൊല്ലിയിരുന്നു. അതും കൂടി ഇദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടാണ് കത്തയച്ചത്. ഹാറൂൺ റഷീദാണ് അന്ന് ഖലീഫ. അപ്പോൾ അവരെയെല്ലാം ഇവിടെ ഹാജരാക്കണം എന്ന് പറഞ്ഞു ഈ കേസിലുള്ള ആളുകൾ. അപ്പോൾ ഇമാം ഷാഫിയും ഒരു 9-10 ആളുകൾ വേറെയുണ്ട്. ബഗ്ദാദിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ബഗ്ദാദ് നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് സംസാരത്തിൽ അടുത്ത് വരേണ്ടതാണ്. ഇമാം ഷാഫി കുറച്ചു കാലം ബഗ്ദാദിൽ ജീവിച്ച ആളാണ്. മുഹമ്മദ് ഹസൻ ഷെയ്ബാനിയെ കാണാനും അവരിൽ നിന്ന് ഇൽമോടിക്കാനൊക്കെ പോയതാണ്, നമുക്ക് വഴിയെ പറയാം. അങ്ങനെ ഇമാം ഷാഫി അവിടെ വെച്ച് ഒരു സംഭവം ഉണ്ടായല്ലോ. അസ്സലാമു അലൈക്കും വബർക്കാത്തുഹു എന്ന് പറഞ്ഞു ഹാറൂൺ റഷീദിൻ്റെ മുമ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ, അതിൻ്റെ മുമ്പ് 9 ആളുകളെ മുമ്പിൽ നിന്ന് തല വെട്ടി അങ്ങ് മാറ്റി. അത്ര ദേഷ്യത്തിലാണ് ഹാറൂൺ റഷീദ് ഉള്ളത്. അപ്പോൾ 9ാമത്തെ ആൾ പറഞ്ഞു, രാജാവേ, യാ അമീറുൽ മുഅ്മിനീൻ, എൻ്റെ ഉമ്മയോടൊരു സന്ദേശം പറയാനുണ്ട്. ഞാനിപ്പോൾ ഏതായാലും കൊല്ലപ്പെടുകയാണല്ലോ, ഉമ്മാനോട് പറയാനുള്ളതെന്ന് പറഞ്ഞോട്ടെ എന്ന് പറയാൻ അതിനും സമ്മതിച്ചില്ല. അവനെ കൊല്ലാൻ പറഞ്ഞു. അദ്ദേഹം കൊല്ലപ്പെട്ടു, തല മാറ്റപ്പെട്ടു. ഉമ്മാനോട് പറയാനുള്ളൊരു സന്ദേശത്തിന് പോലും അനുമതി കൊടുത്തില്ല. അടുത്ത ഊഴമാണ് ഇമാം ഷാഫിയുടേത്. ഇമാം ഷാഫി സലാം പറഞ്ഞങ്ങോട്ട് കയറി. അപ്പോൾ അയാൾ പറഞ്ഞു, വമിനൽ അജബി അൻ തതകല്ലമ, എൻ്റെ ദർബാറിൽ എൻ്റെ സമ്മതമില്ലാതെ ഇങ്ങോട്ട് സംസാരിക്കുകയോ? ഇത് ജനാധിപത്യമല്ല, രാജഭരണമാണ്. അപ്പോൾ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല. എൻ്റെ മുമ്പിൽ ഞാൻ സംസാരിക്കാതെ ഇങ്ങോട്ട് സംസാരിക്കുക. സലാമും മൗലൂദും റാത്തീബും മറ്റൊന്നും കാര്യമില്ല, ഇത് രാജാവല്ലേ. അപ്പോൾ പിന്നെ ഒരു പുതിയ സലാമാണല്ലോ, അസ്സലാമു അലൈക്കും വബർക്കാത്തുഹു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്താണ് ഒരു സലാം, ഒരു പുതിയ സലാം? അത് സാധാരണ അസ്സലാമു അലൈക്കും വബർക്കാത്തുഹു നിങ്ങളും പറയല് അല്ല. അപ്പോൾ ഇമാം ഷാഫി പറഞ്ഞു, അത് അള്ളാഹുവിൻ്റെ ബർക്കത്ത്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുമോ എന്നുള്ളൊരു സംശയം കൊണ്ട് ഇങ്ങനെ ഒരാൾ ആരെങ്കിലും വന്ന് പറഞ്ഞപ്പോൾ നമ്മളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊല ചെയ്യപ്പെടുന്നൊരവസ്ഥ, ഇങ്ങനെയുള്ളൊരു സദസ്സിൽ റഹ്മത്ത് ഉണ്ടാകുമോ എന്ന് എനിക്കൊരു സംശയം എന്ന്. പിന്നെ ഇമാം ഷാഫി അള്ളാഹുവിൻ്റെ പിന്നെ ഖവാസിൽപ്പെട്ട ആളല്ലേ, അയാളുടെ മനസ്സ് മാറി. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ.
അപ്പോഴാണ് ഇമാം ഷാഫി ആ ആയത്ത് ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഫാസിഖ് വല്ലതും പറഞ്ഞ് ചെയ്താൽ നിങ്ങൾ കുടുങ്ങോട്ടോ ഖേദിച്ചു കോട്ടോ എന്ന ആയത്തിൻ്റെ. ഇപ്പോൾ രാജാവിന് കുറച്ചൊക്കെ തിരിയുന്ന ആളാണ്, മറ്റ് പല രാജാക്കന്മാരെയും പോലെ അല്ലേ ഹാറൂൺ റഷീദ്. എന്നാലും ദുനിയാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ രാജാക്കന്മാരുടെ പൊതു സ്വഭാവമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇമാം ഷാഫിക്ക് പൂർണ്ണമായി പറയാനുള്ള സമ്മതം കൊടുത്തു. ഇമാം ഷാഫി ക്ലിയറാക്കിയാൻ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് കുറ്റബോധം വന്നു. അദ്ദേഹം പറഞ്ഞു, ഇളിനി യാ ഷാഫിഈ, ഒന്ന് ഉപദേശിക്കണം. ഇമാം ഷാഫി ഉപദേശിച്ചു. അയാൾ പൊട്ടിക്കരഞ്ഞു, ഒരുപാട് നേരം കരഞ്ഞു എന്നാണ് ചരിത്രം. നമ്മളിപ്പോൾ ഇവിടുന്ന് പോയത് മിസ്റിലേക്ക് പോകണേന്, ഇറാഖിലേക്ക് ഉള്ളത്. ഇമാമിനെ ഷാഫിഈ അതിൻ്റെ ശേഷം ഈ അഹ്ലുബൈത്ത് കണ്ടില്ലേ, ഇതൊക്കെ എന്താണ്, അലവി അബ്ബാസിയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ അബ്ബാസികൾ ഈ അഹ്ലുബൈത്തിനോട് സപ്പോർട്ടുണ്ടെന്ന് തോന്നുന്നവരെ പോലും ക്രൂശിക്കുന്ന രംഗമല്ലേ ഇപ്പം കണ്ട നിങ്ങൾ. അപ്പോൾ മിസ്രികൾ എന്ത് ചെയ്തു എന്നറിയോ? ഈ അബ്ബാസികളുടെ ഭരണശിലാ കേന്ദ്രം എവിടെയാണ്? ബഗ്ദാദാണ്. ഖലീഫ മൻസൂറാണ് ബഗ്ദാദ് പണിതത്. അതിൻ്റെ മുമ്പ് തൊട്ട് മുമ്പ് കൂഫയായിരുന്നു, അതിൻ്റെയും മുമ്പ് മദീനയായിരുന്നു ഇസ്ലാമിൻ്റെ ഭരണകേന്ദ്രം. അപ്പോൾ മദീന ആകുന്ന കേന്ദ്രത്തിലാണ് മുത്തുനബി സയ്യിദുന അബൂബക്രിൻ ഉമർ ഉസ്മാനു അല്ലേ റളിയല്ലാഹു അൻഹും. അലിയാര കാലം വന്നപ്പോൾ നമുക്കറിയാലോ ചില സ്വാരസ്യങ്ങളും. മദീനയിൽ ഉസ്മാൻ തങ്ങളുടെ കൊല്ലപ്പെടലിൻ്റെ ശേഷം എന്തുകൊണ്ട് ആദ്യം തുടങ്ങണം, ഘാതകരെ പിടിക്കണോ അല്ല ഖലീഫയെ നിർണ്ണയിക്കണോ, തർക്കങ്ങൾ അറിയാമല്ലോ, വിശദീകരിക്കണ്ടല്ലോ. അപ്പോൾ അവിടെ ചില വിഷയങ്ങളുണ്ടായപ്പോൾ അവിടെ നിന്ന് തൽക്കാലം ഒന്ന് മാറാമെന്ന് വിചാരിച്ചിട്ട് അലിയാർ ഭരണശിലാ കേന്ദ്രം മദീന മാറ്റി എവിടെയാക്കി? കൂഫയാക്കി. അതിൻ്റെ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം 100 അബ്ബാസി ഖിലാഫത്ത് തുടങ്ങുന്നത്. അപ്പോൾ ഉമവി കഴിഞ്ഞു, അവർ ഡമസ്കസിനെ ഭരണശിലാ കേന്ദ്രമാക്കി, ഉമവികൾ ദിമഷ്കിനെ. പിന്നെ അബ്ബാസികൾ എന്ത് ചെയ്തു? സയ്യിദുന അലിയാരുടെ ശേഷം കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അബ്ബാസികൾ കൂഫ ഭരണകേന്ദ്രമാക്കി. സയ്യിദുന അലി കൂഫ കേന്ദ്രമാക്കി. അലിയാരുടെ ശേഷം വന്ന ആളുകൾ പിന്നെ കൃത്യമായി പറഞ്ഞാൽ മൻസൂർ ബഗ്ദാദിനെ കേന്ദ്രമാക്കി. കാരണം അൽ കൂഫി ലാ യൂഫി എന്നാണ്, കൂഫക്കാർ വിശ്വസിക്കാൻ പറ്റുള്ളൂ അത്രേ. അൽ കൂഫി അങ്ങനെ ഒരു ചൊല്ല് തന്നെ ഉണ്ട്, അൽ കൂഫി ലാ യൂഫി. അപ്പോൾ കൂഫക്കാരുടെ സ്വഭാവവും വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്ന് മനസ്സിലാക്കിയ ഖലീഫ് എന്ത് ചെയ്തു? മെല്ലെ നല്ലൊരു ഏരിയയാണ് ബഗ്ദാദ്, ഭരിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. അങ്ങനെ ബഗ്ദാദിനെ പണിതെടുത്തു. ബഗ്ദാദ് വലിയൊരു പട്ടണം ഉണ്ടാക്കി. അങ്ങനെയാണ് ബഗ്ദാദ് പണിതത്. അപ്പോൾ ഇമാം ഷാഫിയൊക്കെ ബഗ്ദാദിലേക്ക് വരുന്നു, ഗൗസുൽ ആലം ബഗ്ദാദിൽ വരുന്നുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് വയ്യെ പറയാം. ഇമാം ഷാഫി മിസ്രികളുടെ ഈ അഹ്ലുബൈത്തിനെ സ്നേഹിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ആനയിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ സ്നേഹമുണ്ടായി എന്നാണ്. അങ്ങനെ ഇമാം ഷാഫിയെ മിസ്രിയായ ഒരു വാലി ക്ഷണിക്കുകയും ചെയ്തു, നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. അങ്ങനെ ഇമാം ഷാഫി അവിടെ പോയി. എവിടത്തേക്ക് പോയി? മിസ്രിലെ 199 പോകുന്നത്. പോകുമ്പം പാടിയതാണ് എന്ത്? ലഖദ് അസ്ബഹത് നഫ്സി തതൂഖു ഇലാ മിസ്രി വമിൻ ദൂനിഹാ അർളുൽ മഹാമിഹി വൽ ഖഫ്രി ഫവല്ലാഹി ലാ അദ്രി അലിൽ ഇസ്സി വൽ ഗിനാ ഉസാഖു ഇലൈഹാ അം ഉസാഖു ഇലൽ ഖബ്രി. എൻ്റെ നഫ്സിന് ലഖദ് അസ്ബഹത് നഫ്സി തതൂഖു ഇലാ മിസ്രി, മിസ്രിലേക്ക് വല്ലാത്ത കൊതിയുണ്ട്. അവസാനം പറഞ്ഞു, എനിക്കറിയില്ല ഉസാഖു ഇലൈഹ അം ഉസാഖു ഇലൽ ഖബ്രി ഫവല്ലാഹി ലാ അദ്രി അലിൽ ഇസ്സി വൽ ഗിനാ ഉസാഖു ഇലൈഹ. ഇസ്സിനും ഗിനയും പ്രതാപവും ഐശ്വര്യവും ഉണ്ടാകാനാണോ മിസ്രിലേക്ക് എന്നെ ആനയിക്കപ്പെടുന്നത്, അല്ല ഖബറിലേക്കാണോ? രണ്ടുമുണ്ടായി. വലിയ പ്രതാപമുണ്ടായി. അവിടുത്തെ മദ്ഹബ് ക്രോഡീകരണം അവിടെ വെച്ച് പൂർത്തിയായി. ജദീദ് ഇറാഖിൽ പറഞ്ഞതിനാണ് ഖദീം എന്ന് പറയുന്നത്. മിസ്റിൽ പറഞ്ഞ് എഡിറ്റ് ചെയ്ത് ക്ലിയറാക്കിയതാണ് ജദീദ്. 5 കൊല്ലം കൊണ്ടത് റെഡിയായി, അതിനുള്ളിൽ റെഡിയായി. 2204 അവിടുന്ന് വഫാത്താകുന്നു. ഏറ്റവും വലിയ ഇസ്സാണല്ലോ അത്. ഖബറും മിസ്റിലാണുള്ളത്, അവിടുത്തെ ഖബറും. അപ്പോൾ ഉസാഖു ഇലൈഹ മുസാഖു ഇലൽ ഖബരി, ഇസ്സും ഗിനയും കിട്ടാൻ വേണ്ടിയാണോ അല്ല ഖബറിന് വേണ്ടിയാണോ? രണ്ടും അവിടെ തന്നെയായി.
ഇമാമുന ഷാഫി വരുന്നതിൻ്റെ മുമ്പേ അവിടെ കുറേ ഇമാമിങ്ങളുണ്ട്. അതിൽപ്പെട്ട ആളാണ് ലൈസുബ്നു സഅദ് റളിയല്ലാഹു അൻഹു. ലൈസുബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി ആഗ്രഹിച്ചിരുന്നു. കാണാത്തതിൽ സങ്കടപ്പെട്ടിരുന്നു. ചെറുത്തത് കാണാത്തതിൽ സങ്കടമുണ്ടായിരുന്നു. ലൈസുബ്നു സഅദിൻ അഫ്ഖഹു മിൻ മാലിക്കിൻ എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. ലൈസുബ്നു സഅദ് ഇമാം മാലിക്ക് സ്വന്തം ഉസ്താദാണ്, അനുഭവിച്ച ഉസ്താദാണ്. അവരെക്കാൾ അഫ്ഖഹാണ് ഇമാം ലൈസുബ്നു സഅദ്. വലാക്കിന്ന അസ്ഹാബഹു ലം യഖൂമു ബിഹി ഔ കമാ ഖാൽ. അസ്ഹാബ് വേണ്ടതുപോലെ ക്രോഡീകരിച്ചൊരു മദ്ഹബാക്കി ഇങ്ങ് തന്നില്ല, അല്ലെങ്കിൽ ആൾ ഭയങ്കര ആളാണ് എന്ന് ഇമാം ഷാഫി പറഞ്ഞത് കാണാം. ലൈസുബ്നു സഅദിൻ്റെ ഖബറും ഇമാം ഷാഫിയുടെ ഖബറും 1 കിലോമീറ്ററിനേക്കാൾ കുറഞ്ഞ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലൈസുബ്നു സഅദിൻ്റെ കൂടെ അവരുടെ മകൻ ശുഐബും ഉണ്ട്. നിങ്ങൾ മുസ്ലിമിൽ പലപ്പോഴും വായിക്കുന്ന സനദാണ് അല്ലേ? അബ്ദുൽ മലിക് ബിൻ ശുഐബിൻ അൻ നബീഹിൻ അല്ലേ? അൻ നബീഹി അൻ ജദ്ദിഹി. അബ്ദുൽ മലിക് മകൻ്റെ മകനാണ്, ശുഐബ് മകനാണ്. അൻ ജദ്ദിഹി എന്ന് പറഞ്ഞാൽ ലൈസുബ്നു സഅദാണത്. അപ്പോൾ അത് ഇമാം ഷാഫീൻ്റെ പരിസരത്ത് തന്നെയാണ്. അപ്പോൾ ഇമാം ഷാഫിക്ക് ശേഷം ഉള്ള അസ്ഹാബ്, ഇമാം ഷാഫി വഫാത്താകുന്ന അവസരത്തിൽ 4 അസ്ഹാബിനോട് 4 കലാമ് പറഞ്ഞത് ചരിത്രത്തിലുണ്ടല്ലോ. ഇവിടെ ചരിത്രം പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോകും. ഒന്ന് മുസനിയാണ്, മറ്റൊന്ന് ബുവൈത്തിയാണ്, മറ്റൊന്ന് റബീഉൽ മുറാദിയാണ്, മറ്റൊന്ന് ഇബ്നു അബ്ദുൽ ഹക്കം. അങ്ങനെ 4 പേരാണുള്ളത് അല്ലേ? അപ്പോൾ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്താകും പറഞ്ഞതാണ് എന്തേ, അമ്മ അന്ത ഫതമൂതു ഫീ ഖുയൂദിക. ഇമാം ഷാഫിയുടെ കറാമത്താണത്. ബുവൈത്തിയോട് പറഞ്ഞു നിങ്ങൾ ചങ്ങലകളിലാണ് മരിക്കുക. റബീഇനോട് പറഞ്ഞു അന്ത റാവിയത്ത് കുതുബി. മുസനിയോട് പറഞ്ഞു നിങ്ങൾക്ക് മിസ്റിൽ വലിയ സ്ഥാനമാനങ്ങൾ വരുന്നുണ്ട്. മറ്റേ ശിഷ്യനോട് പറഞ്ഞു യൂനുസ് ബിൻ അബ്ദുൽ അലയാണോ ഇബ്നു അബ്ദുൽ ഹക്കം, പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ ശിഷ്യനോട് പറഞ്ഞു, 4ാമത്തെ ആളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ മദ്ഹബിലേക്ക് മാറും, എൻ്റെ മദ്ഹബ് വിടും എന്നും പറഞ്ഞു. മരിക്കുന്നതിൻ്റെ മുമ്പ് പറഞ്ഞതാണ്. 4ഉം ഉണ്ടായി. ബുവൈത്തിയെ ഖൽഖുൽ ഖുർആൻ പ്രശ്നം പറഞ്ഞൂടെ? മഷൂറായ പ്രശ്നമാണല്ലോ. ആ പ്രശ്നത്തിൽ ബുവൈത്തി ഇമാം ഹക്ക് പറഞ്ഞു. അവർ അറസ്റ്റ് ചെയ്തു, ബഗ്ദാദിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. അവിടെ ചങ്ങലകളിൽ ബന്ധനസ്ഥനായാണ് ഇവിടുന്ന് വഫാത്താകുന്നത്. അതാണ് തമൂതു ഫീ ഖുയൂദിക. മുസനി പറഞ്ഞതുപോലെ 60 കൊല്ലം ജീവിച്ചു ശേഷം അതുപോലെ വലിയ എല്ലാ ഭരണാധികാരികളുടെ അടുക്കലും വലിയ സ്ഥാനമാനങ്ങളുള്ള ആളായിരുന്നു. റബീഅ് ഏറ്റവും വലിയ കിതാബ് ഉദ്ധരിക്കുന്ന ആളായി മാറി. ബഹുമാനപ്പെട്ടവരുടെ വീട്ടുപടിക്കൽ നേരം പുലരുമ്പോൾ 600 വാഹനങ്ങൾ ഞാൻ കണ്ടിരുന്നു എന്നൊരു ചരിത്രകാരൻ പറയുന്നുണ്ട്. അത്ര വലിയ ഇമാം ഷാഫിയുടെ ഇൽമു പ്രചരിപ്പിക്കുന്ന ആളായി മാറി. മറ്റേയാൾ 4ാമൻ ഇമാം ബുവൈത്തിയുടെ തൻ്റെ പിതാവിൻ്റെ മദ്ഹബിലേക്ക് മാറി. ചില പ്രശ്നങ്ങളുണ്ടായ കാരണത്താൽ അദ്ദേഹം ചോദിക്കുകയും സുഹൃത്തുക്കളോട് അങ്ങനെ ഉപ്പാൻ്റെ മദ്ഹബാകുന്ന മാലിക്കി മദ്ഹബിലേക്ക് പോവുകയും ചെയ്തു. ഇതൊക്കെ ഇമാം ഷാഫി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു പോയതാണ്. വലിയ കറാമത്തുകളുള്ള ആളാണല്ലോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ചുരുക്കത്തിൽ മിസ്റിൽ അതിൻ്റെ ശേഷം ബുവൈത്തി അങ്ങ് ബഗ്ദാദിൽ കൊണ്ടുപോകപ്പെട്ടു. മുസനിയുടെ ഖബർ നമുക്കവിടെ പരിസരത്ത് തന്നെ കാണാൻ കഴിയും. പിന്നീട് അതിൻ്റെ ശേഷം വരുന്ന നമ്മുടെ മുതഅഖിരീങ്ങളാകുന്ന സ്വഹാബിലെ പലരും നമുക്ക് അവിടെ മിസ്റിൽ ഇപ്പോഴും കാണാം. ഇമാം ഷാഫിയുടെ ഖബറിൻ്റെ പരിസരത്തൂടെ നടന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇമാം ലൈസ് ബിൻ സഅദ്, അതുപോലെ തന്നെ അവരുടെ മകൻ, കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ ഉഖ്ബത്ത് ബിൻ ആമിറുൽ ജുഹനി, അതുപോലെ അംറു ബിനുൽ ആസ്, കുറച്ചുകൂടി അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ കാണാം. ഇബ്നു ഹജർ അൽ അസ്ഖലാനി എന്ന് പറഞ്ഞാൽ ഷാരിഹുൽ ബുഖാരി, മഷ്ഹൂറായ ഷർഹാൻ ഫത്ഹുൽ ബാരി, ഇതിൻ്റെ രചയിതാവാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട സക്കരിയ അൽ അൻസാരി തങ്ങളുടെ ഗുരുനാഥനാണ്. ഇമാം ഷാഫീൻ്റെ അടുക്കൽ തന്നെയാണ് ആര് അന്ത്യവിശ്രമം കൊള്ളുന്നത്? ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി, ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ. ഇമാം ഷാഫീൻ്റെ അടുക്കലെങ്കിൽ ചെല്ലണമെങ്കിൽ അവരോട് സലാം പറഞ്ഞാണെങ്കിൽ ചെല്ലുക. അപ്പോൾ ബവാബിൻ, ഒരു ഗേറ്റ് കീപ്പർ പോലെയാണ് ഓഫറുള്ളത്. നമ്മൾ പിൽക്കാലത്ത് നമ്മളെ പല കിതാബുകളും പിന്നെ ഇബ്നു ഹജർ തങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഇഷ്യനാണല്ലോ അല്ലേ? മുഹമ്മദ് റംലി അവരുടെ ഇഷ്യനാണല്ലോ. മുഹമ്മദ് റംലിയുടെ പിതാവ് അവരുടെ ഇഷ്യനാണല്ലോ, ശിഹാബുദ്ദീൻ റംലി. ഇങ്ങനെയുള്ള ആളുകൾ ഒക്കെ അവരുടെ ഇഷ്യന്മാരാണ്. അപ്പോൾ പിൽക്കാലത്തിപ്പം കാര്യമായി നമ്മൾ ഇഫ്താഹ് ചെയ്യുന്ന കിതാബ് പിന്നെ ഏതൊക്കെയാണ്? നിഹായയും തുഹഫയുമാണല്ലോ.
അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ കടപ്പെട്ടിരിക്കുന്ന ആളാണ് ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ. ആ കിതാബുകളാണ് നമ്മുടെ ഇന്ന് ഇഫ്തായിനോട് ഇതാക്കുന്നത്. അപ്പോൾ ഇമാം ഷെയ്ഖ് സക്കരിയ വലിയൊരാളാണ് മദ്ഹബിൽ. അപ്പോൾ അവർ ഒരു ഗേറ്റ് കീപ്പറെ പോലെ അവിടെ ഉണ്ട്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവരോട് സലാം പറഞ്ഞുകൊണ്ടാണ് ഇമാം ഷാഫിയുടെ അടുക്കിലേക്ക് നമ്മൾ ദർഗയിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ പിന്നെ മിസ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, പിന്നെ കൈറോയിൽ തന്നെ നമുക്ക് ഇസ്ലാമിൻ്റെ വലിയൊരു വൈജ്ഞാനികമായ ഒരു പ്രചരണത്തിൻ്റെ കേന്ദ്രമാണല്ലോ അൽ-അസ്ഹർ. അൽ-അസ്ഹർ യഥാർത്ഥത്തിൽ നമ്മുടെ യാത്രയിൽ ലക്ഷ്യം തന്നെ അൽ-അസ്ഹറിൽ പോക്കാണല്ലോ. അൽ-അസ്ഹർ 361 ആണ് എൻ്റെ ഓർമ്മ, 361 സ്ഥാപിതമാകുന്നത്. ആരാണ് അൽ-അസ്ഹർ സ്ഥാപിച്ചത്? ഏത് ഭരണകൂടമാണ്? അതെ, ഫാത്തിമി ഭരണകൂടമാണ്. ഫാത്തിമി ഭരണകൂടം മീൻസ് ശിഹാക്കളാണ്. പിന്നീട് ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീനുൽ അയ്യൂബിയുടെ തേരോട്ടം അങ്ങോട്ടേക്ക് വരികയും അവർ അതിനെയെല്ലാം അഹ്ലുസുന്നക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 300 ചില്ലാനത്തിൽ എന്ന് പറയുമ്പോൾ ഇമാം ഷാഫിയൊന്നും അവിടെ അല്ല ഷോലായത്. ഇമാം ഷാഫീൻ്റെ തട്ടകം ദർശനത്തിയൊന്നും അവിടെ അല്ല. അതെവിടെയാണ്? ഇമാം ഷാഫീൻ്റെ ദർസൊക്കെ നടന്നിരുന്നത് കുറച്ചും കൂടി മാറിയിട്ട് ഇന്നിപ്പോൾ ജാമിഉ അമ്ർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് അമ്ർ ഇബ്നുൽ ആസ് തങ്ങളുടെ പേരിലുള്ള പള്ളിയുള്ളത്. ജാമിഉ അമ്ർ ഇബ്നുൽ ആസ് എന്നാണ്. അവിടെയായിരുന്നത്രേ പിന്നെ ആഫ്രിക്കയിലെ ആദ്യത്തെ പള്ളിയാണത്. ആഫ്രിക്കയിലെ മിസ്റിലെ ആഫ്രിക്കയിലെ തന്നെ ആദ്യത്തെ പള്ളിയാണ് ജാമിഉ അമ്ർ. അൽ മസ്ജിദുൽ അതീഖ് എന്നറിയപ്പെടുന്നു. അവിടെയാണ് ഇമാം ഷാഫിയുടെ ദർസ് ഉണ്ടായിരുന്നത്. ഇമാം ഷാഫിൻ്റെ ദർസൊക്കെ അവിടെയായിരുന്നു. കാരണം ഇവിടെ ഉണ്ടാവില്ലല്ലോ, ഇത് 360 ഉണ്ടായതല്ലേ. ഇമാം ഷാഫി 204 വഫാത്തായ ആളല്ലേ, മനസ്സിലായില്ലേ? അത് കൈറോയിൽ നിന്നും 10 കിലോമീറ്റർ ദൂരത്താണ് ഈ ജാമിഉ അമ്ർ എന്ന് പറയുന്ന സ്ഥലം. പിന്നെ പിൽക്കാലത്ത് അൽ-അസ്ഹർ ജാമിഅ ആണ് എങ്കിലും അത് ജാമിഅത്ത് ആയി മാറി. ഇപ്പോൾ അത് ജാമിഅത്തുൽ അസ്ഹർ ആയി മാറിയല്ലോ. അപ്പോൾ ജാമിഉ അസ്ഹർ അതിൻ്റെ അപ്പുറം തന്നെയാണ് ജാമിഅത്തുൽ അസ്ഹറിൻ്റെ പ്രഥമമായ കാര്യമായ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അത് പടർന്ന് പന്തലിച്ച് പല സ്ഥലങ്ങളിലും ഫറുകളുണ്ട്. ഇപ്പോൾ അതിൻ്റെ അസൽ കേന്ദ്രം അവിടെയാണ്. ആ ജാമിഉ അൽ-അസ്ഹറിൻ്റെ നേരെ ബേക്കിലാണ് ഷാരിഹു അൽ ബുഖാരിയാകുന്ന ബദറുദ്ദീൻ അൽ ഐനിയും അതുപോലെ തന്നെ ഇമാം ഖസ്തലാനിയും രണ്ടാളും ഒരു ഖുബ്ബയുടെ അടിയിൽ, ഒന്ന് ഷാഫിഈ ഷാരിഹാണ്, ഒന്ന് ഹനഫി ഷാരിഹാണ്. രണ്ടാളെ ഖബറും ഒന്നിച്ചിങ്ങനെ സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ രണ്ടാളും 10 വള്ളിയുള്ള ഷാരിഹുൽ ബുഖാരിയാണ്, ഷുറാഹുൽ ബുഖാരി. രണ്ടാളും ഷാരിഹുകളാണ് ബുഖാരിൻ്റെ. ഒന്ന് അംദത്തുൽ ഖാരി, മറ്റൊന്ന് ഇർഷാദു സാരി. രണ്ടാളും അൽ-അസ്ഹറിൻ്റെ നേരെ വേക്കിലാണ്. പിന്നെ അപ്പോൾ അവരൊക്കെ അവിടെ തന്നെ ഇൽമു കൊണ്ട് ശുഗലാവുകയും അവിടെ തന്നെ, അതുപോലെ തന്നെ മറ്റൊരാളാണ് തുഹ്ഫത്തുൽ ഇഖ്വാൻ. നമ്മളൊക്കെ തുഹ്ഫത്തുൽ ഇഖ്വാൻ ഓതിയിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ഏതായാലും ഓതിയിട്ടില്ലെങ്കിലും തുഹ്ഫത്തുൽ ഇഖ്വാൻ്റെ രചയിതാവാണ് അഹമ്മദുൽ ഖൽവത്തി അല്ലേ, അഹമ്മദുദ് ദർദീർ അൽ ഖൽവത്തി. അവർ ഒരു കാലത്തെ ഷെയ്ഖുൽ അസ്ഹറാണ്, അവരുടെ കാലത്തെ ഷെയ്ഖുൽ അസ്ഹറാണ്. അവരുടെ ഖബറും അതിൻ്റെ പരിസരത്ത് കുറച്ചപ്പുറം തന്നെയാണ്. അപ്പോൾ ആ അൽ-അസ്ഹറിൻ്റെ പരിസരത്ത് തന്നെ അവിടെയുള്ള ആലിമീങ്ങൾ പലരും മറവ് ചെയ്യപ്പെട്ടതും നമുക്ക് കാണാൻ കഴിയും. കുറച്ചുകൂടി മാറിയിട്ടാണ്, നടക്കാനേ ഉള്ളൂ, ബഹുമാനപ്പെട്ട അഹമ്മദുർ റംലിയും മുഹമ്മദുർ റംലിയും അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവർ അസ്ഹറിൽ ശുഗലായ, അസ്ഹറിൽ പഠനവും അധ്യാപനവും ഒക്കെ കൊണ്ട് ജോലിയായ സമയം ചെലവഴിച്ച ആളുകളാണ്. അവർ ഉപ്പയും മകനും വാലിദുർ റംലിയും വലദുർ റംലിയും ഒരു കുബ്ബക്കടിയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്, ഉപ്പയും മകനും. അതിൻ്റെ നേരെ റോഡ് മുറിച്ച് കിടന്നാൽ ഇപ്പുറത്ത് ആരെ കാണാം? ബഹുമാനപ്പെട്ട അൽ ഖുത്ബ് അബ്ദുൽ വഹാബ് ഷാറാനിയെ നമുക്കവിടെ കാണാം. അബ്ദുൽ വഹാബ് ഷാറാനി മീസാൻ്റെ അതുപോലെ തന്നെ ഒരുപാട് സൂഫി ഗ്രന്ഥങ്ങളുടെയൊക്കെ രചയിതാവായ വലിയ അസ്റാറുകളൊക്കെ പറയുന്ന അബ്ദുൽ വഹാബ് ഷാറാനി. അബ്ദുൽ വഹാബ് ഷാറാനിക്ക് തബഖാത്തുൽ കുബ്രയും സുഹറയും ഒക്കെ ഉണ്ട്. സുഹറയിൽ പറയുന്നുണ്ട്, മുഹമ്മദ് റംലി തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ചെറിയ കുട്ടിയായിരുന്നു, എൻ്റെ ഉസ്താദിൻ്റെ അടുക്കൽ ഞാൻ പോകുമ്പോൾ, ശിഹാബുദ്ദീൻ റംലീൻ്റെ അടുക്കൽ പോകുമ്പോൾ ചെറിയ മോനാണ്, ഞാനൊക്കെ എത്ര തട്ടി നടന്നതാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താണ്, അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി വലിയ ആലിമാക്കി. വൈലൈ ഹിന്ദഹത്ത് റിയാസത്തുൽ മദ്ഹബി ഷാഫിഈ. ഇന്ന് മിസ്റിലെ ഷാഫി ഫുഖഹാഇൻ്റെ ഏറ്റവും വലിയ ഹെഡായി അദ്ദേഹം മാറിയിട്ടുണ്ട്. അള്ളാഹു തആല ചെയ്ത നിഅമത്താണ്.
എന്ന് അംഗീകരിച്ച് പറയുന്നത് അവരുടെ തബക്കാത്ത് സൂറയിൽ കാണാം. മനസ്സിലായില്ല? അവർക്ക് 2 തബക്കാത്തുണ്ട്, കുബറയുണ്ട്, സൂറയുണ്ട്. പിന്നെ കുറച്ചങ്ങോട്ട് പോയാൽ നമുക്ക് സിറാജുദ്ദീനുൽ ബുൽഖീനിയെ കാണാം. അതുപോലെ തന്നെ അബ്ദുൽ വഹാബ് ഷാറാനിയുടെ പല കിതാബുകളിലും തൻ്റെ വഴിമുത്തുകൾ ഉദ്ധരിക്കുന്ന സൂഫി പ്രമുഖനായ അലിയുൽ ഖവാസിനെ കാണാം. ഇങ്ങനെ ഇതൊക്കെ കൈറോയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റിയ ആളാണ്. പിന്നെ മഹദി സയ്യിദത്ത് നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹ, അവിടുത്തെ പറയേണ്ടതില്ലല്ലോ ചരിത്രം, അല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? വലിയ ചരിത്രത്തിൻ്റെ ഉടമയാണ്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അസുഖം വന്നാൽ ദ്വാരക്കാൻ പറഞ്ഞേക്കുന്ന ആളാണ്. വലിയ കണക്കിൽ സുഹറ ബിക്ക് 3ാമത്തെ പേരമകളാകുമേ ഈ ബീവി നഫീസത്തെ. മാലവാടി ഓർമ്മയുണ്ട് ഇല്ലേ? വലിയ കറാമത്തുകളുടമയാണ്. ദുആ ചെയ്താൽ അപ്പുത്രാണ്. അപ്പോൾ ഇമാം ഷാഫിക്ക് തൻ്റെ പൊക്കിളിൻ്റെയും കഴുത്തിൻ്റെ ഇടയിൽ 90 രോഗം ഉണ്ടായിരുന്നു എന്ന് കിതാബിൽ വായിച്ചിട്ടുണ്ട്. അത്രമാത്രം വലിയ രോഗിയായിരുന്നു ഇമാം ഷാഫി. അത്രമാത്രം രോഗിയായിരുന്നു. മരത്തടിയിൽ ഇരുന്ന് ഡ്രസ്സ് തടിയെ മറച്ചുകൊണ്ടാണ് ഒരു കന്തൂറൊക്കെ ഇട്ടിട്ട് അതിന്മേൽ ശരീരം വെച്ചിരിക്കുകയും മരത്തിന് ഓട്ട വയ്ക്കുകയും ബാസൂറിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് രക്തം വാർന്നു പോകുമായിരുന്നു. എന്നിട്ട് മുണ്ട് താത്തിയിട്ടിട്ട് മരത്തടിയിലെ വിലയിരിക്കലാണ് ദർസ് നടത്താൻ. ഒരു നേരെ ഭക്ഷണം കഴിക്കാറുള്ളൂ. എന്നിട്ട് ഈ രക്തമൊക്കെ പോവുകയും ചെയ്യും. അങ്ങനെ വളരെ കഷ്ടപ്പാടിലായിരുന്നു അവരുടെ ജീവിതം. അങ്ങനെ രോഗം കലശലായാൽ തൻ്റെ ശിഷ്യൻ റബീഇനെ ഇമാം ഷാഫിഈ ബീവി നഫീസാൻ്റെ അടുക്കൽ പറഞ്ഞയക്കും. അടുത്ത് തന്നെയാണ്, നടന്നു പോകാനേ ഉള്ളൂ. ഇപ്പോൾ അവരുടെ 2ലെയും മഖാമുകൾ നോക്കുകയാണെങ്കിൽ പരിസരത്തായിരിക്കാം താമസിച്ചത്, അല്ലാഹു ആലം. അങ്ങനെ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ മാറും. ഇങ്ങ് എത്തണമെന്നില്ല, ആളവിടെ എത്തിയാൽ ഇവിടുന്ന് സുഖേട് മാറുമായിരുന്നു. കാരണം അവിടെ നിന്ന് ദ്വാരുന്ന അപ്പം മാറും ഇവിടെ. അങ്ങനെ അവസാന സമയത്ത് രോഗം വന്നപ്പോൾ ശിഷ്യൻ പോയിട്ടും അസുഖത്തിന് ഭേദമില്ല. അപ്പോൾ തിരിച്ചു വന്ന് ഇവിടെ എത്തി നോക്കുമ്പോൾ ആളെത്തിയിട്ടുണ്ട്, മാറിയിട്ടുമില്ലല്ലോ. അവിടെ എത്തുമ്പോൾ മാറുന്നതല്ലേ. അപ്പം എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ബേബി അള്ളാഹു തൻ്റെ ലിഖാ നൽകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇമാം ഷാഫി പറഞ്ഞു ഈ രോഗം മാറൂല, ഞാൻ മരിക്കൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതേപോലെ ആ രോഗത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്താവുകയും ചെയ്തു. ആ ബീവി നഫീസ റളിയല്ലാഹു അൻഹ അവരുടെ ഖബർ അതിൻ്റെ പരിസരത്ത് തന്നെയാണ്, കൈറോയിൽ തന്നെയാണ്. ബഹുമാനപ്പെട്ട ബീവി നഫീസ ഇബാദത്തിന് തടസ്സമായിട്ട് അവിടെ നിന്ന് പോകണമെന്ന് കരുതിയെന്ന് ചരിത്രത്തിലുണ്ട്. ജനങ്ങൾ പിടിച്ചു വെച്ചതാണ്, ജനങ്ങൾ വിടൂല, നിങ്ങളെന്തായാലും പോകരുതെന്ന് കെഞ്ചി. അവസാനം ജനങ്ങൾ ഇളകി മറിഞ്ഞപ്പോൾ ഭരണാധികാരി വന്ന് അവരോട് വളരെ താണുകീണ് അപേക്ഷിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എൻ്റെ കർമ്മങ്ങൾക്കും ഇബാദത്തുകൾക്കെല്ലാം വിഷമമുണ്ട് ആളുകളുടെ ആധിക്യം കൊണ്ടേ. അപ്പം അയാൾ പറഞ്ഞു ഞാൻ നിയന്ത്രിക്കാം. അയാൾ SI പോലീസുള്ള ആളാണല്ലോ, അത് ഞാൻ ശരിയാക്കി തരാം. എന്നിട്ട് അയാൾ നല്ല ഹിക്മത്തിൽ പറഞ്ഞു പക്ഷേ മോമിനീങ്ങൾക്ക് അവിടുത്തെ ഒരു ദുആയും ഒരു കരുതലും വേണ്ടേ, അതുകൊണ്ട് എന്നാൽ എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഒരു നിശ്ചയ ദിവസം. അങ്ങനെ അവർ ചൊവ്വാഴ്ചയും മറ്റൊരു ദിവസവും ആഴ്ചയിൽ 2-3 ദിവസം നിർണയിച്ചു കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം ഓർഡർ ചെയ്തു ഇനി സയ്യിദ നഫീസയുടെ വീട്ടിലേക്ക് ഈ പറഞ്ഞ ദിവസങ്ങളല്ലാതെ ഒരാളെയും കണ്ടുപോകാൻ പാടില്ല എന്ന്. അങ്ങനെ അയാൾ നിയമമാക്കി. ആ ദിവസം മാത്രം സന്ദർശകർക്ക് അനുവദിച്ചു ആ നിശ്ചിത സമയങ്ങളിൽ. അങ്ങനെ അയാൾ നിയന്ത്രിച്ചു. ബീവിയുടെ ഇബാദത്തുകൾക്ക് വിഷമാവില്ല. മക്കത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് പോകായിരുന്നു. ആര് പറഞ്ഞിട്ടും കേട്ടിരുന്നില്ല. അവസാനം ഇയാൾ വന്ന് താണുകേണ് പറഞ്ഞുകൊണ്ട് ഭരണാധികാരി വന്ന് ആവശ്യപ്പെട്ടു. പിന്നെ പറഞ്ഞു ഇവിടെ ആളുകൾക്കൊന്നൊരു സൗകര്യമൊന്നുമില്ല, ചെറിയൊരു വീടായിരുന്നു ഉള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞു, മഹദിയോട് പറഞ്ഞു എനിക്കൊരു വലിയ വീടിൻ്റെ ഇപ്പുറത്തുണ്ട് എൻ്റെ വീട്, അത് ഞാൻ അങ്ങേക്ക് തന്നു, അവിടത്തേക്ക് തന്നു, അങ്ങ് അവിടത്തേക്കൊന്ന് മാറണം. അപ്പോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആളുകൾക്ക് വന്നാൽ അവിടെ സ്ഥലം ഉണ്ടാവും. അയാൾ അതിനും പരിഹാരമാക്കി ദിവസങ്ങൾ നാട്ടുകാർക്കും വാങ്ങിക്കൊടുത്തു. അങ്ങനെ അത് പരിഹരിച്ച് പിന്നെ അവിടെ നിന്നതാണ് അവർ. കറാമത്തുകൾ നിങ്ങൾക്ക് മാലയിൽ വായിക്കാം, അവിടുത്തെ ചരിത്രങ്ങളിൽ വായിക്കാം. നമ്മൾ വിഷയമല്ലാത്തതുകൊണ്ട് നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ കൈറോയിലെ ഇസ്ലാമിക ചിഹ്നങ്ങൾ, അതുപോലെ തന്നെ മുൻകഴിഞ്ഞ മഹാന്മാർ ഇനി ഒരുപാടുണ്ട്, എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പോകാവുന്നതാണ്. തൗഫീഖ്. മറ്റൊരു പട്ടണമാണ് അതിൻ്റെ അപ്പുറത്ത് മിസ്റിലെ അലക്സാണ്ട്രിയ പട്ടണം.
അലക്സാണ്ട്രിയ വളരെ നല്ല ഭംഗിയുള്ളൊരു പട്ടണമാണ്. അത് മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇബ്നു ബത്തൂത്ത പറഞ്ഞതുപോലെ നീളവും വീതിയൊന്നും പറയാനൊന്നും ഞാനാളത് അതിലിപ്പം ഗൂഗിളിൽ നോക്കിയാൽ കിട്ടൂലേ അതിൻ്റെ വിസ്താരം എത്രയാണെന്നുള്ളത്. അദ്ദേഹം ഓരോ നാട് പറയുമ്പോൾ അല്ലേ ഇത്ര തൂലുഹ അർലുഹ എന്നൊക്കെ പറയും പലരും. യാഖൂത്തുൽ ഹമവിയൊക്കെ ഉൽദാൻ പറയുമൊക്കെ അങ്ങനെ പറയാറുണ്ടല്ലോ. ഞാനിപ്പോൾ ഹുവാറസമിനെ കുറിച്ച് ഇങ്ങനെ നോക്കി. അപ്പോൾ ഹുവാറസം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, മിൻ അഹ്സനിൽ ബിലാദ് മിൻ അഹ്സനിഹ അംവാലൻ, നാടുകളിൽ വെച്ച് മിൻ അക്സരിഹ അംവാലൻ വ അജ്മലിഹ അഹ്വാലൻ എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ സമ്പത്തുള്ള വളരെ ഭംഗിയുള്ള ഒരു പ്രദേശമാണ് എന്ന് പറയുന്നുണ്ട്. ഉസ്ബെക്കിസ്ഥാനിലാണ് ഖുവാറസം ഉള്ളത്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഫെബ്രുവരിയിൽ ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്നുണ്ട്. അപ്പോൾ ഖുവാറസമിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ വൈകുന്നേരം നോക്കിയതാണ്. അപ്പോൾ അദ്ദേഹം ഓരോ നാടിനെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ അതിൻ്റെ സിഫാത്തുകളും വലിപ്പങ്ങളും ഏറ്റവും ഇങ്ങനത്തെ വിശാലമായൊരു നാട് ഞാൻ കണ്ടിട്ടില്ല, ഇത്ര ജനസാന്ദ്രതയുള്ളൊരു പ്രദേശവും കണ്ടിട്ടില്ല എന്ന് ഖുവാറസമിനെ കൊണ്ട് അദ്ദേഹം എഴുതിയത് കണ്ടു. അങ്ങനെയൊക്കെയാണ്. നമ്മളിപ്പോൾ അത്രയൊന്നും പറയൂല. അങ്ങനെ അലക്സാണ്ട്രിയയിൽ കാണാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ മെഡിറ്ററേനിയൻ സീൻ്റെ പക്കത്ത് നമ്മളെ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ സുൽത്താൻ അഷറഫ് ഖായത്ത് ബായി ഇല്ലേ, ഒരു ദീനാർ ദിർഹമിൻ്റെ കണക്ക് പറയുമോ അല്ലേ, ഖായത്ത് ബായി, അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട കാണാം. അതിനുള്ളിൽ 4 മദ്ഹബുകൾക്ക് പഠിക്കാനുള്ള ആളുകളുണ്ട്. നമ്മൾ നേരത്തെ മൂപ്പര് പറഞ്ഞുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്. അതൊക്കെ പറയണം എന്നുള്ളൊരു സൂചന ഉണ്ടല്ലോ, കണ്ടതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ. അപ്പോൾ 4 മദ്ഹബുകൾക്കുള്ള 4 മെഹ്റാബുകളുണ്ട്. 4 മദ്ഹബിലെ പഠനങ്ങൾക്ക് വേണ്ടിയുള്ള ശാലകളും ഹാളുകളുണ്ട്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാലോ ജിഹാദിൻ്റെ സമയത്ത് ഈ റിബാത്ത്, പിന്നെ ഐനാനി 2 കണ്ണുകൾ അല്ലേ, ബാത്തത്ത എന്ന് പറഞ്ഞില്ല, ഒന്ന് അള്ളാഹിനോർത്ത് കരഞ്ഞ കണ്ണ്, മറ്റൊന്നെന്താണ്, അതെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കാവൽ നിൽക്കുന്ന ആൾ, ഇസ്ലാമിക രാജ്യത്തെ കാക്കുന്ന ആളുകൾ അല്ലേ. അപ്പോൾ ഉറക്കൊഴിച്ച് ഇങ്ങനെ കടൽ ബഹറുർ റൂമാണ്, ബഹറുർ റൂം എന്നും പറയും. ഈ ബഹറുൽ അബിയുൽ മുത്തവസിത്ത് എന്ന മധ്യധരണ്യാഴി എന്ന് മലയാളത്തിൽ പറയുന്ന, അൽ ബഹറുൽ അബിയുൽ മുത്തവസിത്ത് എന്ന് അറബി പറയുന്ന മെഡിറ്ററേനിയൻ സീ, അതിന് ബഹറുർ റൂം എന്നാണ് പഴയ പേര്. അതിൻ്റെ അപ്പുറം യൂറോപ്പാണ്. അപ്പോൾ അങ്ങന്ന് വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാത്രിയൊക്കെ ഇങ്ങനെ നോക്കലാണ്, രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, കോട്ടകൾക്ക് ഇങ്ങനെ ഓട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും, പീരങ്കി വെച്ചിട്ടുണ്ടാവും ഓട്ട, അതിങ്ങനെ നോക്കലാണ്, ഉറക്കൊഴിഞ്ഞ് ഇങ്ങനെ നോക്കലാണ്, രാജ്യം കാക്കാൻ ഉറങ്ങാതെ കാക്കുകയാണ്. അവർക്ക് പകൽ ഒക്കെ കുറച്ചാൾ ബാച്ചായിട്ടാണ്, കുറച്ചാൾ നിൽക്കുമ്പോൾ കുറച്ചാൾ ഇവിടുന്ന് ഷുഗലാവും, എല്ലാവരും നേരം കളയണ്ടല്ലോ, ഇവർ ദീന് പഠിക്കും. അപ്പോൾ 4 മദ്ഹബുണ്ട്, 4 അംഗീകൃത മദ്ഹബാണ്. 4 മദ്ഹബിൻ്റെ ആളുകൾക്കും 4 സാലകളുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് 4 മെഹ്റാബുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇപ്പം പോയി ഇങ്ങനെ കാണാം അലക്സാണ്ട്രിയയിലെ കോട്ടക്കകത്ത്. പിന്നെ ആ കോട്ടയോട് ആ അലക്സാണ്ട്രിയൻ തീരത്തിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരിയുടെ ഖബറുള്ളത് കേട്ടോ. ഇമാം ബൂസീരിയുടെ ഖബറ് അലക്സാണ്ട്രിയയിലാണ്. അവിടുത്തെ ഷെയ്ഖാകുന്ന അൽ ഖലീഫത്തുൽ അവ്വൽ അബുൽ ഹസൻ ഷാദുലി, അവരുടെ അബുൽ ഹസൻ ഷാദുലിയുടെ 1ാം ഖലീഫയാണ് ആര്, അബുൽ അബ്ബാസുൽ മുർസി. അവരുടെ ഖബറും അതിൻ്റെ തീരത്ത് കുറച്ചിപ്പുറം മാറിയിട്ടാണ്, അലക്സാണ്ട്രിയയിലാണ്. അതുപോലെ യാഖൂത്തുൽ അർശി, മക്കീനുദ്ദീനുൽ അസ്മർ തുടങ്ങിയ പ്രഗത്ഭരായ സൂഫി ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഇവരൊക്കെ ഈ പരിസരങ്ങളിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ബുസരി ഇമാമിനെ കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ടിയില്ലല്ലോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഒരു പട്ടണമാണ് ദസൂഖ് പട്ടണം. ദസൂഖിലാണ് ആരുള്ളത്, ഇബ്രാഹിം ദസൂഖി. അത് ഞാൻ അപ്പോൾ എത്തി എന്ന് പറയണമെന്നില്ല, ഞാൻ പലവട്ടം പോയതേ. അപ്പോൾ അങ്ങനെ യാത്രക്കിടയിൽ അവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഏത് വട്ടത്തിലാണെന്ന് ചോദിക്കില്ല, നിങ്ങൾ പലവട്ടം അല്ലാ ലഫീഖോട്ട് പോയിട്ടുണ്ട്. ഇബ്രാഹിം ദസൂഖി അൽ അഖ്താബുൽ അർബയിലെ ഒരാളാണ്. അൽ അഖ്താബുൽ അർബ എന്ന പേരിൽ പ്രസിദ്ധമായ എത്ര വലിയാക്കളുണ്ട്? അഖ്താബുൽ അർബ എന്ന് പറഞ്ഞാൽ 4 ഉണ്ടായാലും അല്ലേ, ഉറങ്ങുന്നില്ല അല്ലേ. ഇബ്രാഹിം ദസൂഖി ചെറുപ്പക്കാരനാണ് കേട്ടോ, 45 വയസ്സേ ഉള്ളൂ വഫാത്താക്കുമ്പോൾ. ഖുതുബുൽ ഔലി അഖ്താബുൽ അർബയിലെ ആളാണ്, 45-44 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവർ വലിയ മഹാനാണ്. ദസൂഖി തരീഖത്ത് അവരുടെയൊക്കെയാണ് ചേർത്തി പറയുന്നത്. അവിടെ ദർഗയിൻ്റെ ഉള്ളിൽ ഒരു ഗ്ലാസ്സിൽ ആക്കിയിട്ടൊരു ചെറിയ ഒരു എല്ല് കാണാം.
നൂറുൽ അബ്സാറിൽ ഞാൻ വായിച്ചു പോയതുകൊണ്ട് എനിക്ക് വേഗം മനസ്സിലായി. ഞാൻ ചോദിച്ച ഒരാളോട് അതെന്താ തൂക്കിയിട്ടെന്ന് ചോദിച്ചു. അപ്പോൾ അത് തിംസാഹിൻ്റെ അളുമാണ് എന്ന് പറഞ്ഞൊരു വയസ്സൻ. അപ്പോൾ കൂടുതൽ ആൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ എളുപ്പമായി. ഞാൻ ഇവിടുത്തെ വായിച്ചിരുന്നത് നൂറുൽ അബ്സാറിലുണ്ട്. നിങ്ങൾ നൂറുൽ അബ്സാർ വായിച്ചാൽ പോരാ, വെച്ചോളൂല. അതായത് നമ്മൾ ചായ കുടിച്ചോട്ടെ. അവരുടെ ഹയാത്ത് കാലത്ത് ഒരു സംഭവം ഉണ്ടായി. അവരുടെ സൂഫി പർണശാല, ഖാൻഖാഹ് എന്നൊക്കെ പറയും അല്ലേ, അവരുടെ ദർസ് നടത്തുന്ന സ്ഥലം മുരീദന്മാരുമായിട്ടുള്ള, അതിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു തോടിൽ ഒരു പെണ്ണ് ഒരു സംഘം അലക്കുന്നതിനിടയിൽ അവരുടെ കുട്ടി അലക്കാൻ വരുമ്പം കുട്ടികളെയും കൂട്ടില്ല, നമ്മൾ പുഴക്കലൊക്കെ അലക്കാൻ പോകുമ്പോൾ വരുമല്ലോ, അതിനിടയിൽ കുട്ടിയെ തിംസാഹ പിടിച്ചു, മുതല കൊണ്ടുപോയി. അപ്പോൾ ഈ പെണ്ണ് ബേജാറായി, മുതല കുട്ടീനെയും കൊണ്ടങ്ങ് പോയി. അപ്പോൾ പിന്നെന്താ വഴിയുള്ളത്? നേരെ ഓടി വന്നു, ഷെയ്ഖിൻ്റെ ദർബാറിലേക്ക് ഓടി വന്നു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഷെയ്ഖ് അവറുകളെ എൻ്റെ കുട്ടീനെ മുതല കൊണ്ടുപോയി എന്നാണ്. ഒരു ഉമ്മാൻ്റെ രോദനമല്ലേ. അട്ടഹസിച്ചു. ഷെയ്ഖിന് യാതൊരു കുസലുമില്ല. ഷെയ്ഖ് ഖാദിമിനോട് ഒരാളോട് പറഞ്ഞു, ആ തിംസാഹിനോട് ഇങ്ങ് വരാൻ പറ. എന്താ ചെയ്യ, ചരിത്രത്തിൽ രേഖപ്പെട്ടെടുക്കുകയാണ്. ഒരു ശിഷ്യന് പെണ്ണിനോട് കൂടെ ചെന്ന് എവിടുന്ന പിടിച്ചതെന്ന് ചോദിച്ചു. ഇന്ന് എടുത്തെന്ന് കാണിച്ചു കൊടുത്തു. യാ മഅ്ശറത്ത മാസിഹ്, ഓ തിംസാഹുകളെ, ഷെയ്ഖ് ഇബ്രാഹിം ദസൂഖി പറയുന്നു, ഈ പെണ്ണിൻ്റെ കുട്ടീനെ പിടിച്ചാൽ അവിടെ ഉടനെ തന്നെ ഹാജരാക്കണം എന്ന് ഓർഡർ ഉണ്ട്. കാരണം ഹൽക്കുകളെല്ലാം ഖുതുബിൻ്റെ കീഴിലാണ്, മനുഷ്യൻ മാത്രമൊന്നുമില്ല, എല്ലാവരും അനുസരിക്കും. അങ്ങനെയാണ് അവർക്ക് അള്ളാഹ് കൊടുത്ത സ്ഥാനം. ഒരു തിംസാഹ് ഓടി ഇങ്ങോട്ട് വന്നു, നടന്നിങ്ങ് വന്നു, മൂപ്പരെ മുമ്പിലെത്തി, അവിടെ വന്ന് നിന്നു. ഇൽഫിളു, ഇവളുടെ മകനെ ഇങ്ങോട്ട് തുപ്പടാന്ന്. അത് പുറത്തേക്ക് തുപ്പിക്കൊടുത്തു. ജീവൻ പോയിട്ടില്ല. മുത്ത് ബി ഇതിനില്ല, മരിക്കും അവിടെ നിന്ന്. അവിടെ മരിച്ചു കിടന്നു. തിംസാഹ് മരിച്ചു, അത് ചത്തു. അതിൻ്റെ ഒരു എല്ലിൻ്റെ അശ്നാണ്, തിരുക്കാറായിട്ട് ആരും എടുത്ത് വെച്ചതായിരിക്കും. ആ മുതലയുടെ എല്ലിൻ്റെ ഒരു കഷ്ണാണ്. അപ്പോൾ അവർ വലിയ മഹാനാണ്. കറാമത്തുകൾ നമുക്ക് അവരുടെ കിതാബുകളിൽ കാണാൻ കഴിയും. അവരുടെ ഒരു മുരീദിനെ അവർ അലക്സാണ്ട്രിയയിലേക്ക് ഒരാവശ്യത്തിന് പറഞ്ഞയച്ച് പോകുന്ന പോക്കിൽ ഒരു കടയിൽ കയറി എന്തോ സാധനം വാങ്ങുമ്പോൾ എന്തോ ഒരു അസ്വാരസ്യങ്ങളുണ്ടായി. അപ്പോൾ പീഡിയക്കാരൻ ഇയാളെ പിടിച്ചു വെച്ച് അപമാനിച്ചു. എന്നിട്ട് പോലീസിൽ ഏൽപ്പിച്ചു. അതിനുമാത്രമൊന്നും ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം ഇബ്രാഹിം ദസൂഖിയുടെ മുരീദാണ്. അങ്ങനെ എന്ത് ചെയ്തു? പോലീസും കേസായപ്പോൾ കോടതിയിലെത്തിയപ്പോൾ കോടതിയിലുള്ള ആൾക്ക് സൂഫിയാക്കളോട് വളരെ പുച്ഛമാണ്. അങ്ങനെ അയാൾ വേണ്ടതും വേണ്ടാത്തെല്ലാം പറഞ്ഞ ഇയാളെ. അപ്പോൾ ഇദ്ദേഹം മനസ്സിലാക്കി, എന്നെ വലിയ വിധിയെല്ലാം വിധിച്ച് ജയിലിടലായിപ്പോൾ ഉണ്ടാകുക. അയാളൊരു കത്ത് വേഗം കൊടുത്തയച്ച് ദസൂഖി തങ്ങളിലേക്ക്, ഉസ്താദിലേക്ക്, ഞാനിങ്ങനെ കുടുങ്ങിയിട്ടുള്ളത്. കുറഞ്ഞ കിലോമീറ്റർ ദൂരമാണ് ദസൂഖും അലക്സാണ്ട്രിയയും തമ്മിലുള്ളത്. അങ്ങനെ ഇബ്രാഹിം ദസൂഖിക്ക് ശിഷ്യൻ്റെ കത്ത് വന്നു. അകാരണമായി ഇനിയിപ്പോൾ കേസിലാണ്. അതുപോലെ തന്നെ ജയിലൊക്കെ വിധിക്കാൻ സാധ്യതയുണ്ട്, അറസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഷെയ്ഖ് ഇബ്രാഹിം ദസൂഖി കത്തെഴുതി ഈ ഖാദിക്ക് കത്തെഴുതി മുൻഭാഗത്ത് കത്തെഴുതി അവസാനം 4 വരി ബൈത്ത് മതി. അപ്പോൾ എന്താണ് ഇതിലുള്ളത്? ഇയാളെ ഒന്നും ചെയ്യണ്ട, അയാൾ നിങ്ങളെ വെറുതെ അപമാനിക്കുകയോ കേസാക്കുകയോ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു മതി. അപ്പം അയാൾ കത്ത് വായിച്ചിട്ട് ഭയങ്കര പരിഹാസം. കത്ത് കൊടുത്തപ്പോൾ തന്നെ ഇബ്രാഹിം ദസൂഖി തന്നതാണ്, ഇദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് തന്നതാണെന്നുള്ളവർക്ക് കൊടുത്തപ്പോൾ തന്നെ അയാൾ പരിഹസിച്ചുകൊണ്ട് അതിങ്ങനെ വായിച്ചിട്ട് ലഫ്ള് ഓർമ്മയില്ല. അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ചില കൽബുകൾ, ചില മനസ്സുകൾ രാത്രികളിൽ ചെയ്യുന്ന അമ്പുകൾ തട്ടാതിരിക്കൂല. രാത്രികളിൽ ശാന്തമാണ്, അമ്പുകളൊന്നും കാറ്റുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോകില്ലല്ലോ. മരുഭൂമികളിലൊക്കെ വലിയ കാറ്റടിക്കും, അപ്പോൾ ഒരു അമ്പ് ചെയ്താൽ ഉന്നത്തിലെത്തണമെന്നില്ല. കാറ്റ് അതിൻ്റെ ഇടയ്ക്ക് വന്ന അമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടായി പോകും.
എന്നാൽ രാത്രി ഖാമോഷായിരിക്കുമല്ലോ, ശാന്തതയായിരിക്കുമല്ലോ. ഉദ്ദേശിക്കുന്ന മാനിങ്ങൊക്കെ അറിയാലോ. രാത്രികളിൽ ദുആകൾ ഫലിക്കോട്ടോ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. രാത്രികളിൽ എയ്യുന്ന അമ്പുകൾ തെറ്റൂല കേട്ടോ എന്ന് പറഞ്ഞ് ഇയാൾ ആ ബൈത്തെത്തി. അമ്പ് തെറ്റൂല എന്ന് പറയുമ്പോഴത്തേക്ക് കടലാസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അമ്പ് വന്നിട്ട് ഇയാളെ തുളച്ച് അയാൾ മരിച്ചാട് വീണു. ഈ കടലാസ് എന്നൊരു അമ്പിങ്ങോട്ട് വന്ന് അതിനല്ലേ കറാമത്ത് എന്ന് പറയുന്നത്. ചോദ്യമല്ലേ, കടലാസിൽ അമ്പുണ്ടാവും നീക്കണ്ട. അമ്പുകൾ തെറ്റില്ല കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അമ്പ് വരുത്തും, അയാളെ തുളച്ചു, അവിടെ അയാൾ മരിച്ചവിടെ വീണു എന്നാണ് ആ കിതാബിലുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇബ്രാഹിം ദസൂഖി. ഇത് ദസൂഖിലാണ്. പിന്നെ മറ്റൊരു സ്ഥലമാണ് ത്വൻതാവി എന്നൊക്കെ അവിടത്തേക്ക് നിസ്ബയാണ്. ത്വൻതയിലാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ ബദവി തങ്ങളുള്ളത്. അറിയാലോ, മൽജ ഉൽ ഫഖറാഇ വൽ മസാക്കീൻ അഹമ്മദുൽ ബദവി. അപ്പോൾ അഖ്താബുൽ അർബഈയിലെ 2 കുത്തുബുകൾ ഇവിടെയാണുള്ളത്. മുഈനുദ്ദീൻ എവിടെയുള്ളത്? 2 ആൾ മിസ്റിലാണുള്ളത്. അഹമ്മദുൽ ബദവിയും ഇബ്രാഹിം ദസൂഖിയും 2 ആൾ മിസ്റിലാണുള്ളത്. ഓ 5-മത് അതെ, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി തങ്ങളും മിസ്റിലാണുള്ളത്. വളരെ ദൂരത്താണത്. കൈറോയിൽ നിന്നും 900 ചില്ലാനം കിലോമീറ്റർ ദൂരത്താണ്. നമ്മളവിടെ പോയിരുന്നില്ല. അങ്ങനെ പേരോട് ഉസ്താദ് വന്നപ്പോൾ അവരുടെ ചിലവിലാണ് ഞാൻ പോയത്. ഓറ് വന്നിട്ട് എന്ത് ചെയ്തു, ലാൻഡ് ക്രൂയിസർ സ്പെഷ്യലാക്കി 2000 പൗണ്ട് അന്ന് കൊടുത്തതെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ അവർ പൈസ പിന്നോറും കൊടുക്കുമല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, ലാൻഡ് ക്രൂയിസറാക്കി. നമ്മളിവിടെ വാങ്ങില്ലല്ലോ, നാട്ടുകാരനും കൂടിയാണ്. അങ്ങനെ എന്ത് ചെയ്തു, മൂപ്പരും നമ്മളും വേറെ 2-3 ആളും കൊള്ളുന്ന ആൾ അങ്ങനെ എന്ത് ചെയ്ത് ഷാദുലിലേക്ക് പോയി. അതിനായിട്ട് ഓടണം. നല്ല ഏരിയകൾ കൂടി കുറേ ഓടി. ചെങ്കടലിൻ്റെ തീരത്ത് കൂടിയാണ് കുറേ ഓടേണ്ടത്. അങ്ങനെ കുറേ ഓടുമ്പം ചെങ്കടലിൻ്റെ തീരത്ത് ചെറിയൊരു കുമ്ട്ടിപ്പീടിയ എന്ന് പറയും അല്ലേ, നമ്മളെ നാട്ടിൽ ചെറിയൊരു ഷെഡൊക്കെ വെച്ചിട്ടുള്ള കട്ടൻ ചായ മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് ഇലയൊക്കെ ഇട്ടിട്ടുള്ള ഒക്കെ ഇങ്ങനെ കുടിക്കൂ. പിന്നെ ഈ യാത്ര തുടരും. ഇങ്ങനെയായിരുന്നു രസകരമായ യാത്ര, പരവിടം ചെയ്ത യാത്ര. അങ്ങനെ അബുൽ ഹസൻ ഷാദുലി തങ്ങൾ അങ്ങനെയാണ് അന്ന് സിയാറത്ത് ചെയ്തത്. അതും മിസ്റിൽ തന്നെ. പിന്നെ നമ്മൾ മിസ്റിൽ നിന്ന് ഇങ്ങനെ കളിച്ചാൽ പിന്നെ നമ്മൾ ഇറാഖിലെത്തൂല. അങ്ങനെ ഒരുപാട് സംഗതികൾ, ഒരുപാട് മഹാന്മാരുടെ പുണ്യകേന്ദ്രങ്ങൾ മിസ്റിലുണ്ട്. വൈജ്ഞാനികമായി നമുക്ക് ഒരുപാട് കടപ്പെട്ട ആളുകളും മിസ്റിലുണ്ട്. പിന്നെ ഈ മുതഅഖിരീങ്ങളായ ബുജൈരിമി, ബാജൂരി ഇവരൊക്കെ മിസ്രികളാണ്. ബാജൂരി നമ്മുടെ പല കിതാബിൻ്റെയും ഹാഷിയ എഴുതിയ ആളാണ്. അദ്ദേഹം ഷെയ്ഖുൽ അസ്ഹറാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഷെയ്ഖുൽ അസ്ഹറാണ്. ബുജൈരിം എന്ന് പറഞ്ഞൊരു നാട്ടിൻ്റെ പേരാണ്. ഞാൻ ആ പരിസരത്തൂടെ ഓടിയിട്ടുണ്ട്. ബാജൂറിൽ പരിസരത്തും പോയിട്ടുണ്ട്. ബാജൂരി, ബുജൈരിമി ഇതൊക്കെ മിസ്റിലെ ഓരോ നാടുകളിലേക്കുള്ള നിസ്ബകളാണ്. അൽ മഹല്ലി മഹല്ലത്തുൽ കുബ്രയിലേക്ക് നിസ്ബയാണ്. ബസ് ബോർഡ് കണ്ടിട്ടുണ്ട്. ഞാൻ മഹല്ലത്തുൽ കുബ്രയിൽ പോയിട്ടില്ല. മഹല്ലി ആ നാട്ടുകാരനാണ്. അൽ മഹല്ലത്തുൽ കുബ്ര എന്നറിയപ്പെടുന്ന നാട്ടുകാരനാണ്. അപ്പോൾ ഇവരൊക്കെ മിസ്രികളാണ്. മുതഅഖിരീങ്ങളായ പല ഷാഫികളും മിസ്രികളാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത്, അപ്പോൾ പിന്നെ നമുക്ക് ഇസ്ലാമിക ചരിത്രങ്ങൾ, ചരിത്രഭൂമി എന്ന് പറയാനുള്ളൊരു സ്ഥലമാണ് പിന്നെ ജോർദാൻ ഭാഗത്ത് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് എന്ന സ്വഹാബിയുണ്ട്. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ, ജാഫർ ബിൻ അബി താലിബ്, അബ്ദുല്ലാഹ് ബിൻ റവാഹ ഇവരൊക്കെ ജോർദാനിലാണ് ഇവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് എന്ന് പറഞ്ഞാൽ ഇന്ന ലിക്കുല്ലി ഉമ്മത്തിൻ അമീനൻ വ ഇന്ന അമീന ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദ എന്ന് പറഞ്ഞ പ്രത്യേകമായ ഒരു പദവിയുള്ള ആളാണ്. എല്ലാ ഉമ്മത്തിലും ഒരു ഒരു അമീനുണ്ട്. ഈ ഉമ്മത്തിൻ്റെ അമീൻ അബൂ ഉബൈദയാണ്. അവരുടെ പരമ്പരയിൽ വരുന്ന ആളാണ് കേരളത്തിലെ പുറത്തിയിലുള്ള ഷെയ്ഖ് അബ്ദുൽ ഖാദർ സാനി. ഈ അബൂ ഉബൈദയുടെ പരമ്പരയിൽ വരുന്ന വേറെ കുട്ടിയാണ്. ആ പുറത്തിൽ ഷെയ്ഖിൻ്റെ 6 or 7 മോനാണ് പാറക്കടവ് ഖാദി എന്നറിയപ്പെട്ടിരുന്ന, വലിയ കുട്ടിയാലി മുസ്ലിയാർ എന്നറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട ഖാദി ഉമർ വിലങ്കൂത്തിയുടെ ജമീൽ ആയി മമ്മിക്കുട്ടി ഖാദിയുടെ അടുക്കൽ പൊന്നാനിയിൽ ഓതിയിരുന്ന, കേരളത്തിൽ അന്ന് ഏറ്റവും പ്രഗത്ഭരായ 2 പണ്ഡിതന്മാരാകുന്ന ഖാദി ഉമർ വിലങ്കൂത്തിയും വലിയ കുട്ടിയാലി മുസ്ലിയാർ എന്ന പാറക്കടവ് മഖാമിൽ ഇപ്പം അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുമാണ്. അവർ പുറത്ത് ഷെയ്ഖിൻ്റെ വേറെ കുട്ടിയാണ്. അപ്പോൾ പിന്നെ അബൂ ഉബൈദയുടെ വേറെ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സിയാറത്ത് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ നാട്ടുകാരോടൊക്കെ പറഞ്ഞു, ഇവരെ വേറെ കുട്ടിയാണ് നമ്മളെ പാറക്കടവ് മഖാമിലുള്ളതെന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞു.
പിന്നെ മുഅ്ത എന്ന് പറയുന്ന ഒരു കേന്ദ്രം, നമുക്കറിയാമല്ലോ മുഅ്തത്ത് യുദ്ധം, അത് ജോർദാനിലാണ്. ആ രണാങ്കണം എന്ന് അനുമാനിക്കപ്പെടുന്ന സ്ഥലം കാണാൻ കഴിഞ്ഞു യാത്രക്കിടയിൽ. മുഅ്തത്ത് യുദ്ധം നടന്ന സ്ഥലം, അതിലൊരു സ്മാരകമൊക്കെ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് നെറ്റിലടിച്ചാൽ കാണാം. വസുവത്ത് മുഅ്ത എന്നടിച്ചാൽ അതിൻ്റെ ഒരു സ്മാരകമൊക്കെ കാണാം. അപ്പോൾ അവിടെ അതിൻ്റെ പരിസരത്ത് കുറച്ച് മാറിയിട്ടാണ് ഈ മൂന്നാളുകളുടെ ഖബറുള്ളത്. സയ്യിദുന സെയ്ദ് ബിനു ഹാരിഥ, സയ്യിദുന ജഅഫറു തയ്യാർ, ജഅഫർ ബിനു അബി താലിബ് സയ്യിദുന അലിയുടെ ജ്യേഷ്ഠനാണ്. റസൂലുള്ളാഹിനോട് ഏറെ മുശാബഹത്തുള്ള ആളാണ്. അവർ ഖൈബർ യുദ്ധം നടന്നു കഴിഞ്ഞ ഉടനെയാണ് ഇവിടെ എത്തുന്നത്. എവിടെയായിരുന്നു ഉള്ളത്? ഹബിഷയിലായിരുന്നു ഉള്ളത്. ഹബിഷയിലേക്ക് ഹിജറ പോയതാണ്. ഹബിഷ നജാശി രാജാവിൻ്റെ മുമ്പിൽ പ്രഭാഷണം ചെയ്ത മൂപ്പറായിരുന്നു. അങ്ങനെ 15 കൊല്ലത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് ഹിജറ കഴിഞ്ഞതിൻ്റെ ശേഷം തിരിച്ച് 7-ാം കൊല്ലമാണ് ഇവിടെ എത്തുന്നത്. നേരെ പോകുന്നത് ഖൈബറിലേക്കാണ്. അന്ന് റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, ലാ അദിരി ബിമാദാ ഉസറു ബിഫത്തിഹി ഖൈബർ അം ബിഖുദൂമി ജഅഫർ. എന്തുകൊണ്ടാണ് എനിക്ക് സന്തോഷം വരേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഖൈബർ ഫതഹായത് കൊണ്ടാണോ അല്ല ജഅഫറിൻ്റെ വരവ് കൊണ്ടാണോ? രണ്ടും അതിയായ സന്തോഷം തരുന്നു. ജഅഫർ അത്രയും തങ്ങൾക്ക് പ്രിയങ്കരനാണ്. ബിഫത്തിഹി ഖൈബർ അം ബിഖുദൂമി ജഅഫർ. അന്ന് തന്നെയാണ് അബൂ ഹുറൈറയും അവിടെ എത്തിയത്. അന്ന് തന്നെയാണ് അബൂ മൂസൽ അശ്ശരിയും അവിടെ എത്തിയത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അപ്പോൾ ആ ഹദീസ് അവരുടെ ഖബറിൻ്റെ മുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ബിഫത്തിഹി ഖൈബർ ലാ അദ്രി ബിമാദാ ഉസറു ബിഫത്തിഹി ഖൈബർ അം ബിഖുദൂമി ജഅഫർ എന്ന ഹദീസ് എവിടെ ഉണ്ട്? അവരുടെ ഖബറിൻ്റെ മുകളിൽ പിരിച്ച ആ മുണ്ടിൻ്റെ മുകളിലുണ്ട്. അവിടെയൊക്കെ നല്ല ഖുബ്ബയുണ്ട്. സിയാറത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, യാത്രക്കിടയിൽ കണ്ടത് പറയണോ? സുന്നിസമാണ്. അത് തന്നെയാണ് ലോകത്തെല്ലടിയുള്ളത്. എല്ലാ മഖാമുകളിലും നല്ല പരിപാലനമാണ്. നല്ല വൃത്തിയിൽ നല്ല എസിയിലിട്ട് നല്ല സൂപ്പറാക്കിയിട്ട് മുഅ്മിനീങ്ങൾക്ക് മഹാന്മാരെ സിയാറത്ത് ചെയ്യാനുള്ള എല്ലാ അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. ശിർക്ക് എന്നും പറഞ്ഞ് പൊളിച്ചു കളഞ്ഞിട്ടില്ല. വഹാബികൾ മാത്രം ചെയ്തതാണ്. അവിടെയൊക്കെ നല്ല ഇമാറത്താണ്, നല്ല സൗകര്യങ്ങളും ചെയ്യുന്നതാണ്. സെയ്ദ് ബിനു ഹാരിഥ നമുക്കറിയാം. മൂത്തത്തിലെ സെയ്ദ് പതാക വഹിക്കണമെന്ന് പറഞ്ഞു, അല്ലേ? ജഅഫർ പതാക വഹിക്കണമെന്ന് പറഞ്ഞു. പിന്നെയാണ് അബ്ദുല്ലാഹ് ബിൻ റവാഹ. അവരുടെ ഖബർ കുറച്ച് മാറിയിട്ട് ഒന്നിച്ചിട്ടല്ലുള്ളത്. ഇവർ രണ്ടാളും ഒരു കുബ്ബക്കടിയിലാണുള്ളത്. ആര്? ഒരു അടുത്തടുത്തായിട്ടാണുള്ളത്. അതേ സമയത്ത് അബ്ദുല്ലാഹ് ബിനു റവാഹ കുറച്ച് മാറിയിട്ടാണുള്ളത്. ഇബ്നു റവാഹ അവർ വലിയ കവിയൊക്കെ ആയിരുന്നു. അവരുടെ പല കവിതകളും അവിടുത്തെ ബോർഡിൽ ഇങ്ങനെ തൂക്കി വെച്ചാൽ കാണാം. കുറേ കവിതകൾ റസൂലുള്ളാഹിൻ്റെ മദഹിലാണ്. നല്ല മദഹിൽ, അല്ലേ? പാടാൻ കഴിയുമായിരിക്കെങ്കിലും, അല്ലേ? ഇദസ്തസ്ഖലത് ബിൽ മുശ്രിക്കീനൽ മളാജിഉ. നല്ല രസകരമായ നല്ല വൈത്താണത്. ഓർമ്മണ്ടോ? അതൊക്കെ അവിടെ ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ. ഇദസ്തസ്ഖലത് ബിൽ വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ മഅറൂഫും മിനൽ ഫജ്രി സാതിഉ വറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലുബുനാ ബിഹി മൂഖിനതുൻ അന്നമാ ഖാല വാഖിഉ യബിതു യുജഫി ജംബഹു അൻ ഫിറാശിഹി ഇദസ്തസ്ഖലത് ബിൽ മുശ്രിക്കീനൽ മളാജിഉ. ഇതൊക്കെ പറഞ്ഞ മനസ്സിലാണ്. ഇങ്ങനെ അതും ഒരുപാട് വൈത്തുകൾ നല്ല ഷാറായിട്ട് ഫലകത്തിലാക്കി അവരുടെ ഖബറിൻ്റെ മുകളിലിങ്ങനെ വെച്ചിട്ടുണ്ട്. അവർ ചൊല്ലിയ വൈത്തുകളൊക്കെ. അങ്ങനെ അതിങ്ങിറങ്ങി വന്നു. അങ്ങനെ പിന്നെ ജോർദാനിൽ എനിക്കേറെ ഹൃദ്യമായ ഒരു സിയാറത്ത് മുആദ് ബിൻ ജബൽ തങ്ങളുടെ സിയാറത്താണ് റളിയല്ലാഹു അൻഹു. വലിയ താല്പര്യമായിരുന്നു. ഇവിടെ ഉസ്താദിനോട് ജോർദാൻ സിയാറത്ത് സമ്മതമാക്കിയപ്പോൾ ശൈഖുന പറഞ്ഞു, മുആദ് ബിൻ ജബൽ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ നോക്കിക്കോളി, പലരും പോവില്ല, വളരെ ദൂരമുണ്ട്. ഉസ്താദിൻ്റെ വർക്കത്തുണ്ടാകുന്നവരെ ഞാൻ പോയി, എൻ്റെ കൂടെ 3 ആളും പോയി. ചില കാരണങ്ങളാൽ ഞങ്ങൾക്കൊരവസരം കിട്ടി. കാരണങ്ങളൊന്നും പറയുന്നില്ല. ഞങ്ങളൊരു വണ്ടിയും പിടിച്ച് പോയി. ഒരുപാട് ഓടിയിട്ടാണ് ഇവിടെ എത്തിയത്. അങ്ങത്ത് ഒരുപാട് ഓടണം. അങ്ങനെ റാഹത്തുള്ള നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു വളരെ ശാന്തമായ അന്തരീക്ഷമുള്ളൊരു മഖ്ബറയാണ് ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ തങ്ങളുടെ മഖ്ബറ. നമുക്കറിയാമല്ലോ, ഹദീസിലുണ്ടല്ലോ, ലൻ യഹ്ദി അല്ലാഹു ബിക
റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ എന്നവരോടാണ് തങ്ങൾ പറഞ്ഞത്. അതുപോലെ യാ മുആദ് ഇന്നി ഉഹിബ്ബുക ഫലാ തദഅന്ന ദുബുറ കുല്ലി സ്വലാത്തിൻ അൻ തഖൂൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇന്നി ഉഹിബ്ബുക എന്ന് തങ്ങൾ പറഞ്ഞ ആളാണ്. 38 വയസ്സ് മാത്രമേ വഫാത്താകുമ്പോഴുള്ളൂ. അതിൻ്റെ മുമ്പാണ് അവർ യമനിലേക്ക് പറഞ്ഞയക്കപ്പെട്ടതും ഇസ്ലാമൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഈ 38-ൻ്റെ ഉള്ളിലാണ്. തഊനു അമവാസ് വലിയ അറിയപ്പെട്ടൊരു പ്ലേഗ് ഉണ്ടായിരുന്നു, അതിലാണ് അവരൊക്കെ വഫാത്താകുന്നത്. ശുറഹ്ബീൽ ഇബ്നു ഹസന എന്ന സ്വഹാബിയും ജോർദാനിലുണ്ട്. അവരും വഫാത്താകുന്നത് ഈ തഊനിലാണ്, പ്ലേഗിലാണ്. അവരുടെ കൂടെയാണ് ഹബശയിൽ നിന്നും നജാശി രാജാവ് റംല ബീവിയെ വിവാഹം ചെയ്ത് ഇങ്ങോട്ട് അയക്കണം എന്ന് പറഞ്ഞതിൻ്റെ ആ സംഘത്തിൻ്റെ നേതാവായിട്ട് വന്നത് ശുറഹ്ബീൽ ഇബ്നു ഹസനയാണ്. റസൂലുള്ളാഹിൻ്റെ ഭാര്യയെ ഇങ്ങോട്ടേക്ക് ആയി കൊടുക്കാൻ പോകുന്നത് സംഘത്തിൽ ഓരായിരുന്നുണ്ടായിരുന്നത്. ഓരോരുത്താണ് ഏൽപ്പിച്ചത്. ആര്? നജാശി രാജാവ് സംഘത്തെ ഏൽപ്പിക്കുമ്പോൾ അവരാണ് മുഖ്യ. അവരുടെ അവറും ജോർദാനിലുണ്ട്. പിന്നെ ആമിർ ബിൻ അബി വഖാസ് 11ാമത്തെ മുസ്ലിമാണത്. അവരും ഇവിടെ ഉണ്ട്, ജോർദാനിലുണ്ട്. മനസ്സിലായല്ലോ. പിന്നെ മറ്റൊരു സ്ഥലമാണ് നമ്മൾ തൗഫീഖ് ചെയ്തിട്ട് നമ്മൾ എത്തിയൊരു സ്ഥലമാണ് ഇറാഖ്. ഇറാഖ് പോയ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും വളരെ സന്തോഷകരമായൊരു സ്ഥലം അതാണ്. നമ്മുടെ അയിമ്മത്തുൽ അർബഅയിലെ 2 ആൾ അവിടെ ഉണ്ട്. അതുപോലെ അൽ അഖ്താബുൽ അർബഅയിലെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ പുറമെയുള്ള 2 ആളുണ്ട്. ആര്? ഷെയ്ഖ് ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനിയും അഹമ്മദുൽ കബീർ റിഫായി തങ്ങളും ഇവിടെ ഉണ്ട്. ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫിയുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഉണ്ട്. ഇനി പറയാൻ വേണ്ടി നിങ്ങൾക്ക് വലിയൊരു സംഭവം തന്നെയാണ്. ബഗ്ദാദ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു കുറച്ച് നേരം അല്ലേ. അത് ഈ മൻസൂർ രാജാവ് ഉണ്ടാക്കിയതാണ്. 145-ൽ പണിതതാണ്. അയാൾ ഇതിൻ്റെ ഭരണം കേന്ദ്രമാക്കി അവിടെ എല്ലാവരെയും ആകർഷിച്ചു എന്നാണ്. അയാൾ തിബിൻ്റെ ആൾ അവിടത്തേക്ക് കൊണ്ടുവന്നു. ഇന്ത്യയിൽ നിന്നും അയാൾ ഭരതൻ അല്ലെ ഭാസ്കരനെ കൊണ്ടുപോയിട്ടുണ്ട്. ഏറ്റവും വലിയ ആയുർവേദ ഡോക്ടറാണ് ഭാസ്കരൻ എന്നാണ് പേര്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയത് 145-ൽ 1300 കൊല്ലം മുമ്പ്. അയാളുടെ ചരിത്രം പറയാൻ തരുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണ്, ഭാസ്കരനെ കൊണ്ടുപോയി സംസ്കൃതത്തിൽ നിന്നും അറബിയിലേക്ക് തിബിനെ തർജ്ജമ ചെയ്യാൻ വേണ്ടി. ഗ്രീക്കുകാരുടെ കിതാബുകൾ അറബിയിലാക്കാൻ വേണ്ടി അത് തിരിയുന്ന ആളുകളെ കൊണ്ടുവന്നു. അയാൾ തന്നെ ഒരു ഫലക്കിയാണ്, ഒരു ഗോളശാസ്ത്രജ്ഞനാണ്. ലോകത്തെ വാന നിരീക്ഷണ കേന്ദ്രം ആദ്യമായിട്ടുണ്ടാക്കിയ മൂപ്പരാണ് ബഗ്ദാദിൽ. അങ്ങനെ പിന്നെ എല്ലാവിധ മേഖലകളിലും ഉള്ള ആളുകളെ ബഗ്ദാദിലേക്ക് ആനയിച്ചു. കൂട്ടത്തിൽ ഭൗതിക ജ്ഞാനങ്ങളുണ്ട്, ആത്മീയ ജ്ഞാനങ്ങളുണ്ട്. സൂഫിയാക്കളെയും ബഗ്ദാദിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഒരുപാട് സൂഫിയാക്കൾ ബഗ്ദാദിലുണ്ടായി. ആയോ സമയമായ നിങ്ങൾ മടുക്കാൻ തുടങ്ങിയ ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം ബഗ്ദാദിലാണ് നമ്മൾ പറഞ്ഞല്ലോ. അവരുടെ കാലയളവ് പറയുന്നത് 80 മുതൽ 150 വരെയാണ്. വളരെ മുമ്പുള്ള ആളാണ്. അവർ സ്വഹാബികളെ കണ്ടിരുന്നോ ഇല്ലേ എന്നുള്ളത് ഖിലാഫാണ്. 4 ആളെ കണ്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. അനസതങ്ങളെ കണ്ടു എന്ന് പറയപ്പെടുന്നു. അനസതങ്ങൾ ബസറയിലാണ് കേട്ടോ ഉള്ളത്. കണ്ടു എന്ന് പറയപ്പെടുന്നു. വേറെ 3 ആളെയും അല്ലാഹു ആലം. അവർ മാത്രമാണ് 4 മദ്ഹബിൻ്റെ ഇമാമുകളിൽ താബിഈയാണോ അല്ലേ എന്ന് ഖിലാഫ് തന്നെ ഉള്ളൂ. ബാക്കി 3 ആൾ ഏതായാലും താബിഈ അല്ലട്ട സാബിനെ കണ്ടിട്ടില്ല എന്ന് ഉറപ്പാണ്. ഇമാമുൽ ആലം ബഗ്ദാദിലുണ്ട്. ഇമാമുന ഷാഫിഈ അവരെ സന്ദർശിക്കാറുണ്ടായിരുന്നു, ചരിത്രത്തിലുണ്ടല്ലോ. ഇമാമുൽ ആലം ദുനിയാവും ആഖിറും എല്ലാം ഉള്ള ഒരാളാണ്. വലിയ പണക്കാരനാണ്. ഇമാമുൽ ആലം വലിയ പണക്കാരനാണ്. പട്ടിൻ്റെ ഹോൾസെയിൽ സെല്ലറാണ്. പട്ട് കച്ചവടത്തിന് അവരുടെ ചിലവിൽ 1000 ആൾ കഴിഞ്ഞിരുന്നു എന്നാണ്. മുതഅല്ലിമും ആലിമൊക്കെ ആയിട്ട് 1000 ആളുകൾ അദ്ദേഹം ചിലവ് കൊടുത്തിരുന്നു എന്നാണ്. അതിന് മാത്രം വകുപ്പുള്ള ആളാണ് മൂപ്പർ. മൂപ്പരെ കീഴിൽ റീറ്റെയിലറായിട്ട് പട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് തോർത്തച്ചോടല്ല പട്ട്. എത്ര ആളുണ്ട്? 40 ആളുണ്ട്. ഈ 40 ആൾ കീഴിൽ വിൽക്കാൻ മാത്രമുണ്ട്. അപ്പോൾ നല്ല വരുമാനമുള്ള ആളാണ് മൂപ്പർ. അതുകൊണ്ട് തന്നെ നല്ലോണം സദഖയും ചെയ്യും. ആലിമീങ്ങൾക്ക് മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ നല്ലോണം സദഖയും ചെയ്യും. ഉയർന്ന അത്ര ഉപയോഗിക്കും. അവരുടെ വയ്യിൽ പോയാൽ വൈകുന്നേരം വരെ മണക്കും.
ആജാതി അത്ര മുന്തി അത്രയാണ് ഉപയോഗിക്കുക. വലിയ ബുദ്ധിയുള്ള ആളാണ്. ഇമാം ഷാഫി പണ്ടേ പറഞ്ഞിക്കുമല്ലോ അല്ലേ, മന്താ ബരീഹു സാദ അഖലുഹു എന്ന് പറഞ്ഞില്ലേ. വമൻ നളുഫ സൗബുഹു ഖല്ല ഹമ്മഹു. ഇമാമുൽ ആളമിനെ കുറിച്ച് ഇമാം ഷാഫി പറഞ്ഞല്ലോ, ലൗ വദിഅ അഖ്ലു അബി ഹനീഫത ഫി കഫത്തിൻ വഅഖ്ലു നാസി ജമീഅൻ ഫി കഫത്തിൻ റദഹ അഖ്ലു അബി ഹനീഫ. അത്ര ബുദ്ധിയുള്ള ആളാണ്. അപ്പോൾ ബുദ്ധിയും വിവരവും തഖ്വയും ഒക്കെ ഉള്ള ആളാണ് ഇമാമുൽ ആളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അവർ ബഗ്ദാദിൽ കാണാം നമുക്ക്. പിന്നെ ബഗ്ദാദിലുള്ള ആളുകളാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഖബർ ബഗ്ദാദിൽ ആണെന്നാണ് പറയപ്പെടുന്നത്. കാരണം വേറെ എവിടെയും കാണാനില്ല, ചെറിയൊരു ഖിലാഫ് ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് തന്നെയാണോ അല്ല ടൈഗ്രീസിൻ്റെ തീരത്ത് മറവ് എന്ന് പറയുന്നുണ്ട്, ഇങ്ങോട്ട് മാറ്റി എന്ന് പറയുന്നുണ്ട്, മാറ്റിയത് ഇവിടത്തേക്കാണോ എന്നുള്ള ചെറിയൊരു കൗലയിലുണ്ട്. ഏതായാലും അവരുടെ ഖബർ എന്ന് പറഞ്ഞിട്ടുള്ള ഖബർ എവിടെ ഉണ്ട്? അവിടെ ഹൈദർ ഖാന എന്ന് പറയുന്ന സ്ഥലത്ത് ഇമാം സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഖബർ കാണാം. പിന്നെ ഗൗസുൽ ആലം ജിലാനി ശൈഖ് തങ്ങളുടെ ഖബർ ബഗ്ദാദിലാണ്. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീറുൽ റിഫായി തങ്ങൾ 300 കിലോമീറ്റർ ദൂരത്താണ് ബഗ്ദാദിൽ നിന്നും. പിന്നെ അവിടുത്തെ പേര് ഉമ്മു അബീദ എന്നാണ്, പഴയ പേര് ഉമ്മു അബീദ. ബഹുമാനപ്പെട്ടവരുടെ ഖബർ വളരെ വിജനമായ സ്ഥലത്താണ്. ചരിത്രത്തിൽ നിങ്ങൾ വായിച്ചാൽ കാണാം, അവിടുത്തെ വളരെ വിജനമാണെന്നും വന്യമൃഗങ്ങൾ വരുന്ന സ്ഥലമാണെന്നൊക്കെ കാണാം. അത്രയും ഒരു വിജനമാണ്. ഇന്നിപ്പോൾ ഇമാറത്തൊക്കെ ആയിട്ട് എന്ത് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എന്നാലും വിജനത ഇപ്പോൾ ഉണ്ട്. പിന്നെ നമുക്ക് ബഗ്ദാദിൽ ഉള്ള ആളുകളാണ് സൂഫി ലോകത്തെ പ്രമുഖരായ അബൂബക്കർ ഷിബിലി, ബിഷറുൽ ഹാഫി, മഅറൂഫുൽ കർഖി. ഇവരൊക്കെ ഷിബിലി ഉണ്ട് ഇവിടെ അല്ലേ. ഇവരൊക്കെ എവിടെയാണുള്ളത്? ബഗ്ദാദിലാണുള്ളത്. മഅറൂഫുൽ കർഖിയുടെ ഖബറിനെ കുറിച്ച് ചരിത്രത്തിൽ കാണാം, വഖബറു മഅറൂഫിൻ തിർയാഖുൻ മുജറബുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷിച്ചറിഞ്ഞ മരുന്നാണ്, ഭസ്മമാണ്. അവിടെ പോയി പറഞ്ഞാൽ ഉത്തരം ഉറപ്പാണ്. ഇജാബത്ത് ദ്വാഇൻ്റെ ഒരു കേന്ദ്രമാണ് അവരുടെ മഖാം എന്ന് പല സൂഫിയാക്കളും പറഞ്ഞത് കാണാം. അത്ര വലിയ മഹാനാണ് ആര്? മഅറൂഫുൽ കർഖി. അത് സരിയു സഖത്തിയുടെ ഉസ്താദാണ്. സരിയു സഖത്തിയുടെ ശിഷ്യനാണ് ആര്? ജുനൈദുൽ ബഗ്ദാദി സയ്യിദു ത്വായിഫ എന്ന് സൂഫിയാക്കളുടെ സയ്യിദു ത്വായിഫയായി അറിയപ്പെടുന്ന ജുനൈദുൽ ബഗ്ദാദി. ജുനൈദുൽ ബഗ്ദാദിയുടെയും അതുപോലെ സരിയു സഖത്തിയുടെയും ഖബർ ഒരു കുബ്ബക്കടിയിലാണ്. അവർ തമ്മിൽ ബന്ധവുമുണ്ട്. അമ്മാവനാണ്. ജുനൈദുൽ ബഗ്ദാദിയുടെ അമ്മാവനാണ് ആര്? സരിയു സഖത്തി. റിസാലത്തുൽ ഖുശൈരി ഓതിയവരിൽ അതിൽ നിങ്ങൾ കണ്ടിട്ടില്ല ഇവരെ പേരുകൾ? സരിയു സഖത്തിയും ജുനൈദുൽ ബഗ്ദാദിയും മഅറൂഫുൽ കർഖിയും തലങ്ങും വിലങ്ങും ഇതിലിങ്ങനെ പേര് പറയുന്നത് കാണാം. വലിയ വലിയ മൊഴിമുത്തുകൾ, നല്ല കാര്യങ്ങൾ, പോയിന്റുകൾ, മനസ്സുകളെ സംസ്കരിക്കാൻ ഉതകുന്ന ഒരുപാട് പോയിന്റുകൾ പറയുന്ന ആളാണ്. മഅറൂഫുൽ കർഖിയുടെ ദർഗയിലേക്ക് അവിടുത്തെ പള്ളിയും ദർഗയും ഒന്നിച്ച് നല്ല രസകരമായ ഒരു ബിൽഡിങ്ങാണ്, പ്രത്യേക കാണേണ്ട ഒരു ബിൽഡിങ്ങാണ് മഅറൂഫുൽ കർഖിൻ്റെ ദർഗേൻ്റെ ബിൽഡിങ്. അവിടത്തേക്ക് പോകുന്ന അവസരത്തിൽ വലിയൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, മൻ അറാദൽ ഗിന ബിഗൈരി മാലിൻ വമൻ അറാദൽ ഖുവ്വത ബിഗൈരി. എന്താണ് പറഞ്ഞത്? ഒരാൾക്ക് സമ്പത്ത് ആവശ്യമുണ്ടെങ്കിൽ ബിഗൈരി മാലിൻ, മാലി ഇല്ലാതെ സമ്പന്നനാവുക. അതെങ്ങനെയാണ് മാലില്ലാതെ സമ്പന്നനാവൽ? ഭയങ്കര രസമാണല്ലോ അത്, മാലില്ലാതെ സമ്പന്നനാകൽ. വമൻ അറാദൽ ഗിന ബിഗൈരി മാലിൻ മൻ അറാദൽ ഗിന ബിഗൈരി മാലിൻ വൽ കസ്റത ബിലാ അശീറ ഫൽയതഹവൽ മിൻ ദുല്ലിൽ മഅസിയ ഇലാ ഇസ്സി ത്വാഅ. മാലില്ലാതെ ഗിന, കൂട്ടുകുടുംബങ്ങളും അതുപോലൊരു പാർട്ടിയുടെ അവരിലേക്ക് ചേരാതെ കസറത്ത്, അഷീറത്തില്ലാത്ത കസറത്ത് ഉണ്ടാവുക. സ്വന്തം ഇന്ന ഇബ്രാഹിമ ഖാന ഉമ്മത്തെന്ന് പറയില്ലേ, ഒരാൾ തന്നെ മതിയല്ല, കുറേ ആൾ പോസ്റ്റിലാണല്ലോ. അതുപോലെ വൽ കസറത്ത ബിലാ അഷീറ വൽ ഗിന ബിഗൈരി മാൽ. നല്ല മുസ്തഗ്നിയാണ് ആൾ, മാലൊന്നുമില്ല,
അങ്ങനെ ആകണോ നിനക്ക്? നീ എല്ലാ നിലക്കും ഗനിയാണ് ബിഗൈരിമാൽ വൽ കസറ ബില അശീറ. എന്ത് ചെയ്യണം? മഅറൂഫ് പറയാണ്, ഫൽ യതഹവൽ മിൻ ദുല്ലിൽ മഅസിയ ഇലാ ഇസ്സി ത്വാഅ. ദുല്ലുൽ മഅസിയത്തിൽ നിന്നും ഇസ്സു ത്വാഅത്തിലേക്ക് നീ മാറിക്കോ, ചേഞ്ച് ആയിക്കോ. അങ്ങനെ ആയാൽ ഇതൊക്കെ കിട്ടും. അത് കിട്ടിയാലാണോ പേര്? മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ നല്ല മുഴുവത്തുകൾ പറയുന്ന ആളുകളാണ് മഅറൂഫുൽ കർഖി, സരിയു സഖതി, ജുനൈദുൽ ബഗ്ദാദി, ഇവരൊക്കെ അവിടെ. അബൂബക്കർ ശിബിലി, ബിഷറുൽ ഹാഫി, ഇവരൊക്കെ ഏതാണ്ട് പരിസര പ്രദേശങ്ങളിലാണ്. കർഖ് എന്ന് പറയുന്ന സ്ഥലത്താണ് മഅറൂഫുൽ കർഖി ഉള്ളത്. അബൂ ഹനീഫ തങ്ങളിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ് സ്ഥലങ്ങളല്ലോ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക്. ബഗ്ദാദിൽ ഇനിയും കുറേ ഉണ്ട്, എല്ലാം ഓർമ്മയിൽ വരുന്നില്ല. ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ സുഹ്റവർദി തരീഖത്തിൻ്റെ മുഅസ്സിസാണ്. അവരും ബഗ്ദാദ് തന്നെയാണ്. ഷെയ്ഖ് ജീലാനിയുടെ ദർഗയിൽ നിന്ന് കുറഞ്ഞ കിലോമീറ്റർ മാറി ദൂരത്താണ്. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നിരുന്നു ഈ സുഹ്റവർദി ഇമാമിനെ. ആര്? സുഹ്റവർദി തങ്ങളുടെ അമ്മ കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് മൂപ്പര് ചെറുപ്പത്തിൽ ഈ ഫൽസഫ ഉണ്ടല്ലോ, ഫൽസഫ കൊണ്ട് കൂടുതൽ ഇസ്തിഖാലാകുന്ന ആളാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, പിന്നെ അബു നജീബ് സുഹ്റവർദി പറഞ്ഞു, ഇവനൊക്കെ ഒരു സൂക്കേടുണ്ട്, ഈ ഫൽസഫേമൽ വല്ലാത്ത കളിയാണ് ഈ ഫിലോസഫി. അപ്പോൾ ഷെയ്ഖ് അവറുകൾ എന്ത് ചെയ്തു? ഇങ്ങനെ നിങ്ങൾ തടയി. ഫമസഹ സദറഹു, സദറൊന്ന് തടയപ്പോൾ ഫുള്ളി ഡിലീറ്റഡ്. ഒരു സംഗതി തന്നെ ഫൽസഫയുടെ ഒരു കലിമത്ത് ഓർമ്മയില്ല. പിന്നെ അവിടെ എന്ത് അപ്ലൈ ചെയ്തു? സൂഫിസം അപ്ലൈ ചെയ്തു. അങ്ങനെ സുഹ്റവർദി തരീഖത്തുണ്ടായി. അപ്പോൾ സുഹ്റവർദികളൊക്കെ ഷെയ്ഖ് ജീലാനിയോട് കടപ്പെട്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഖാദിരിയത്ത് സുഹ്റവർദിയത്ത് പിന്നെ ഉണ്ടാകുന്നതാണല്ലോ. ആ മനുഷ്യൻ ആ നിലക്കാക്കുന്നത് മൂപ്പരാണല്ലോ എന്നീ അർത്ഥത്തിൽ കാണാം ഷെയ്ഖ് ഉമർ സുഹ്റവർദി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ചരിത്രത്തിലുണ്ട്. ഉസ്താദുമാരുടെ കൂട്ടത്തിലും ഷെയ്ഖന്മാരുടെ കൂട്ടത്തിലും ജീലാനി തങ്ങളുടെ അടുത്തും പോയിരുന്നു. അവരൊരിക്കലും പിടിച്ചിട്ടുണ്ട്. അവരും ഉസ്താദുമാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടുണ്ട് ഷെയ്ഖ് സുഹ്റവർദിയുടെ. മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബഗ്ദാദിൽ കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ്, ചരിത്ര സ്മാരകങ്ങളാണ് നമുക്ക് കാണാൻ പറ്റിയത്. അതുപോലെ തന്നെയാണ് കാളിമിയ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. കുറേ മിസ്സിങ് ഉണ്ടാവും കേട്ടോ, ഓർമ്മയില്ലെന്ന് പറയല്ലേ. കാളിമിയ എന്ന് പറഞ്ഞാൽ മൂസൽ കാളിമിലേക്ക് ചേർത്തി പറയാണ്. നമുക്ക് വകുപ്പുണ്ടെങ്കിൽ അവിടെ എല്ലാം പോകണമെന്ന് കേട്ടോ. അള്ളാഹു തൗഫീഖ് മാറാവട്ടെ. മൂസൽ കാളിം എന്ന് പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെ കുട്ടികൾപ്പെട്ട ആളാണ്. മൂസൽ കാളിമിൻ്റെ ഉപ്പയാണ് ജാഫർ സാദിഖ്, മുഹമ്മദുൽ ബാഖിർ, അലി സൈനുൽ ആബിദീൻ, സയ്യിദുൽ ഹുസൈൻ, ഫാത്തിമ വ അലി, സയ്യിദുനാ റസൂലുള്ളാഹ്. ഈ മൂസൽ കാളിമിലേക്ക് ചേർത്തിയിട്ടാണ് കാളിമിയ. കാളിമിയയിലുള്ളത് അവരും അവരുടെ മകൻ അലിയില്ല, അവരുടെ മകൻ മുഹമ്മദുൽ ജവാദ്, മൂസൽ കാളിം എന്ന് പറഞ്ഞാൽ വലിയാണ്. നിങ്ങൾക്ക് അവരുടെ കറാമത്തുകളും മഹത്വങ്ങളൊക്കെ മനസ്സിലാകണമെങ്കിൽ നൂറുൽ അബ്സാർ ഒന്ന് നോക്കിയാൽ മതി. നൂറുൽ അബ്സാർ അഹ്ലു ബൈത്തിനെ കുറിച്ച് പറയാനുള്ള കിതാബാണ്. ഇപ്പം പറഞ്ഞാൽ നമുക്ക് സമയമില്ല, നിങ്ങൾ നോക്കിയാൽ മതി നൂറുൽ അബ്സാർ. അപ്പോൾ അവിടെ ഒരു സംഗതി നമ്മൾ കണ്ടത്, സംഗതി ഷിയാക്കൾ ആണ് ഇതിൻ്റെയൊക്കെ കൈകാര്യകർത്താക്കൾ. സംഭവബഹുലമായ ഒരു കൈകാര്യം ചെയ്യുന്ന കേട്ടോ. എന്നോടൊരാൾ അതിൽ പറയണ്ട. അപ്പോൾ സംഭവബഹുലമായാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് വളരെ വളരെ ശ്രദ്ധയോടുകൂടിയും ആ ബിൽഡിങ്ങൊക്കെ എന്തൊരു മട്ടത്തിലാണ് അവരെടുത്തത്. ആ കുബ്ബയൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. സ്വർണം കൊണ്ടല്ലേ ഫുള്ള്. എത്ര കിലോ ഉണ്ട്, എത്ര കിൻഡലുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വർണത്തിൻ്റെ കുബ്ബ അല്ലേ. 2 കുബ്ബകൾ ഒന്നിച്ചാണ്. ഒന്ന് പിന്നെ മൂസൽ കാളിം, മറ്റൊന്ന് മുഹമ്മദുൽ ജവാദ്. മോൻ്റെ മോനാണ്, പേരക്കുട്ടിയാണ്. അതൊക്കെ വല്ല ഈ അയിമത്തുൽ ഇസ്നൈ അശർ എന്ന് പറയുന്ന അതിൽപ്പെട്ടതാണ് ഇതൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് പോയതാണ്. അപ്പോൾ അവിടെ മാർബിൾ ഒട്ടിക്കുന്നുണ്ട്. നിങ്ങൾ ഈ അരയിഞ്ചിൻ്റെ കഷ്ണമല്ല, ഒരു 3 ഇഞ്ചെങ്കിലും വീതി കാണും സുമാർ. അത്ര ഇതല്ലേ, ചവിട്ടിയാൽ പൊള്ളാത്ത ആ മക്കയിലൊക്കെ ഉള്ള എത്ര വിശാലമായ ഏരിയയിൽ അത്ര തിക്നെസ് ഉള്ള വൈറ്റ് മാർബിൾ ഇങ്ങനെ ഒട്ടിക്കുകയാണ്, കോടികൾ ചിലവാക്കിയിട്ട്. അപ്പോൾ അത്ര വലിയ ഇമാറത്താണ് അവർ ചെയ്യുന്നത്.
ആ മൂസൽ കാളിം തങ്ങളുടെ പള്ളീൻ്റെ പരിസരത്താണ് ബഹുമാനപ്പെട്ട അഖ്ലൽ ഖുലാത്ത് ഖാളി അബൂ യൂസുഫ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഖാളി അബൂ യൂസുഫിന് അറിഞ്ഞൂടെ? സ്വാഹിബൈനിയിലൊരാളല്ലേ ഖാളി അബൂ യൂസുഫ് ഇവിടെയാണ്. അങ്ങനെ നമ്മൾ ബഗ്ദാദും തൽക്കാലം ഇങ്ങ് പിരിയ ഓർമ്മ ആകുന്നൊക്കെ പറഞ്ഞു. പിന്നെ മറ്റൊരു ഏരിയയാണ് കർബല, ഇറാഖിലെ ചരിത്രപരമായ ഒരു ഹിജ്റ ഇവിടുന്ന് ഹജ്ജിന് പോകും പോലെ പോകുന്നതാണ് ഷിയാക്കളൊക്കെ അവിടെ. പേരും തിരക്കാണ് അവിടെ. നല്ല ക്ലീൻ നല്ല ഭംഗിയിൽ ആക്കിയെടുത്ത്. ഇറാഖിൽ ബഗ്ദാദിലൊക്കെ ഇപ്പം ബിൽഡിങ്ങും കാര്യമൊക്കെ ആക്രമണങ്ങളും കുഴപ്പങ്ങളും കലാപങ്ങളൊക്കെ കൊണ്ട് നല്ല വൃത്തിയുള്ള ഹോട്ടലെല്ലാം കിട്ടാൻ പണിയാണ്. അതേ സമയത്ത് കർബല വളരെ നളീഫാണ്. അവർ നല്ലോണം കൊണ്ടു കിടക്കുന്നുണ്ട് കർബലയെ. മറ്റൊന്നാണ് അവിടെ ആരാ ഉള്ളതെന്ന് പറയേണ്ടിയില്ലല്ലോ, സയ്യിദുൽ ഹുസൈൻ തങ്ങളുടെ ജസദ് അവിടെയാണ് അറിയപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ സയ്യിദുന അലിയാരുടെ മകനുണ്ട് ഒരു അബ്ബാസ്, അവരുടെ ഖബറും അവിടെയാണ്. അബ്ബാസ് ഇബ്നു അലി. അതും വലിയ ഇമാറത്തോടു കൂടെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. എനിക്കൊരു തോന്നിപ്പോയി അവിടെ വല്ലാത്ത ആളുകളുണ്ടല്ലോ. അപ്പം ഞാൻ അവിടെ ഉള്ളൊരു ഷീനോട് ചോദിച്ചു, പരിചയപ്പെട്ട് ചോദിച്ചു, ഹുസൈൻ തങ്ങൾ അപ്പുറമുണ്ട്, അബ്ബാസ് ഇപ്പുറമുണ്ട്, എനിക്ക് കൂടുതൽ ആളുകളും കൂടുതൽ ജോറും ഇവിടെയാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ചോദിച്ച അയാളോട്, ഏതാണ് അബ്ബാസ്? ഇവിടെ അബ്ബാസ്, അത് ഹുസൈനാണ്. ഞാൻ പറഞ്ഞു, ഹുസൈൻ അല്ലേ സുൽത്താൻ്റെ പേരക്കുട്ടിയാണ്, അവിടത്തേക്കാളും ഇവിടെ ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അയാൾ ചിരിച്ചു. ആ ഷീ ഒരു മൊയിലാർ ഓല കൂട്ടത്തിലുള്ള മൊയിലാറായിട്ടുള്ള മുത്തവയായിട്ടുള്ള ഒരാളാണ്. അത് അങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അബ്ബാസിനോട് ചോദിച്ചാൽ അപ്പം കിട്ടൂ, അബ്ബാസിൻ്റെ അടുത്ത് നിന്ന് വേറെ നല്ല ഉത്തരം കിട്ടൂ, മറ്റടുത്ത് അത്ര പെട്ടെന്നേയും കിട്ടൂല. അവിടെ ജനങ്ങൾക്കുള്ള കാര്യമല്ലേ വലുത്, കൊണ്ട് ഇവിടെ അധികം ചോലാവുക. അള്ളാഹു അല്ലോ, ഇതൊന്നും പുറത്ത് കൊണ്ടേപ്പെട്ടല്ലേ എന്ന് അയാൾ പറഞ്ഞു. ഹുസൈനങ്ങളുടെ അടുത്ത് ആളില്ല എന്നല്ല, ഹുസൈനങ്ങളുടെ അടുത്ത് ഇപ്പോഴും അവരുടെ ഖുറാഫിസം, ഈ നിയാഹ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അതിങ്ങനെ കാണാം. അതിങ്ങനെ കറുത്ത കുപ്പായോ കറുത്ത കോട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ടാവും. വെറുതെ ആക്കിക്കരാന്നൊന്നും ഞാൻ പറയുന്നില്ല, കണ്ണൂറിലിറ്റുന്നുള്ളുണ്ട്. ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഏത് കൊല്ലം നടന്നതായത് 1000 ചില്ലാനം കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എന്ത് കാര്യമുള്ള പോലെ പോയി ഉറങ്ങിക്കൂടെ? എന്താ ചെയ്യുക, അതിനായിട്ട് കുറച്ച് ആളുകൾ. അത് എവിടെയാണ് ഇരിക്കുകയെന്ന് ചോദിച്ചാൽ, തലയിൽ ശരീരത്തിനെ തൊട്ട് തലയെ മുറിച്ചു മാറ്റിയ സ്ഥലം എന്ന് പറഞ്ഞിട്ട് പോലെ ചുവന്ന ലൈറ്റ് അടിപ്പിച്ചിട്ട് ഇങ്ങനെ ചോപ്പിച്ച വെച്ച ലൈറ്റ് അടിച്ചിട്ടൊരു കേന്ദ്രമുണ്ട്. അതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ആ കാര്യമാണ് ഇവിടുന്നല്ലേ മുറിച്ചതെന്നുള്ളതൊക്കെ. അതിനിപ്പോൾ ഇവിടുന്ന് കരയാനാരോ പറഞ്ഞിക്കോലോട്, അങ്ങനെ ഒരു അങ്ങനെ സംഗതി ഇല്ലല്ലോ നമുക്ക്. അതുണ്ട്. അതാണിപ്പം കർബലയിലുള്ളത്. ആയിരങ്ങൾ ചിലവഴിച്ച് കോടികൾ ചിലവഴിച്ചിട്ടാണ് ഇതൊക്കെ പണിതത്. കാരണം വലിയ വില പിടിച്ച മുത്തുകളൊക്കെ തുന്നിപ്പിടിപ്പിച്ച ഷീറ്റൊക്കെയാണ് ഖബറിന് മുകളിലൊക്കെ വിരിക്കുക. അത്രയും ശ്രദ്ധയിൽ അത്രയും പണം ചെലവിച്ചാണ് അവരുടെ ഈ ഇമാറത്തൊക്കെ. നജഫ് എന്ന് പറയുന്ന സ്ഥലത്താണ്, ഒരു നജഫുൽ അഷ്റഫ് എന്നാണ് പറയുക. നമ്മൾ അജ്മീർ ഷെരീഫ് എന്ന് പറഞ്ഞ പോലെ നജഫുൽ അഷ്റഫ് എന്നാണ് പറയുക. നജഫുൽ അഷ്റഫിൽ ആണ് ആരുള്ളത്? അലിയാരുടെ പേരിലുള്ള ഖബറുള്ളത്. അലിയാരുടെ ഖബറിൽ അലിയാരുടെ പേരിലുള്ള ഖബർ എവിടെയാണുള്ളത്. അപ്പോൾ ഖലീഫമാരിലെ ഒരാൾ നജഫിലുള്ള, ബാക്കി 3 ആളും മദീനത്താണുള്ളത്. അപ്പോൾ പേരിലെന്നറിയാൻ കാരണം ഉറച്ച കേസല്ല, ചരിത്രപരമായ ഒരു ഉറച്ച കേസല്ല അലിയാർ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് വലിയ സംഗതിയായിട്ടാണ് ഒരു കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സയ്യിദുന അലിയുടെ ഖബർ നജഫിലുണ്ട്. പിന്നെ ബസറ അല്ലേ, ഞാൻ സാധാരണ യാത്ര പോകാറുള്ള പട്ടണങ്ങളാണ് ഇപ്പോൾ എണ്ണിയത്. ബഗ്ദാദ്, കർബല, നജഫ്, പിന്നെന്താണ് പറയാനുള്ളത്? ബസറ, കൂഫ അല്ലേ. കൂഫയും കൂടി അങ്ങ് പറയാം. ബസറ കുറേ ഇതെല്ലാം എടുത്തെടുത്ത. കൂഫ നമ്മൾക്ക് പരിചയമില്ല, നമ്മളിപ്പോൾ കേൾക്കാൻ തുടങ്ങിയേക്ക് എന്തൽ കൂഫിയീന വൈന്തൽ ബസറിയീന എന്ന് എത്ര പരിചയം നമ്മൾ. എന്തഹലിൽ ബസറ എന്ന് പറഞ്ഞില്ലേ, ബസറക്കാരും കൂഫക്കാരും. അപ്പോൾ കൂഫ ഇതിൻ്റെ അടുത്ത, കൂഫയും നജഫൽ ഒരു 5-8 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ കൂഫ ആ സമയത്ത് ബഗ്ദാദുമായിട്ട് 10 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഈ കൂഫയും നജഫും അടുത്തടുത്താണ്. കൂഫയിൽ വലിയൊരു പള്ളിയുണ്ട്. ആ പള്ളീൻ്റെ ഉള്ളിലാണ് നൂഹ് നബീൻ്റെ കാലത്തുള്ള തൂഫാൻ തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. ഖുർത്തുബി ഇമാമിൻ്റെ തഫ്സീറിലുണ്ട്. പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ തഫ്സീറിലാണ് കണ്ടത്. കാന ശഅബി യുഖ്സിമു,
ഇമാം ഷാബി താബി പ്രമുഖനാണ്, സത്യം ചെയ്ത് പറയാറുണ്ടായിരുന്നു നൂഹ് നബീൻ്റെ തൂഫാൻ തുടങ്ങിയത് കൂഫയിലെ പള്ളിയിൽ നിന്നാണ്. അപ്പോൾ അത് ഫാറത്തന്നൂറ് എന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ കണ്ടു. തന്നൂറ് പൊട്ടി ഒലിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിങ്ങനെ മാർബിൾ കൊണ്ട് കെട്ടിയിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് പറയപ്പെടുന്നു, പള്ളീൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ ഫാറത്തന്നൂർ എന്ന് പറഞ്ഞാൽ അവിടെയായിരുന്നു അത്. ആ പള്ളിയിലാണ് സയ്യിദുന അലിയാർക്ക് കുത്തേറ്റത്. സയ്യിദുന അലിയാരെ പോരെ നമ്മൾ കണ്ടു, എൻ്റെ ബേക്കിലുണ്ട്. കുറേ കാലമായിട്ട് തുറക്കലില്ല, നമ്മൾ പോകുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് തുറന്നത്. ഓപ്പണാക്കിയിട്ട് ഇമാറത്ത് തെർമീം മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് തുറന്നത്. ഓരോ പുരയിൽ നമ്മൾ കയറി. ഓർ ഉറങ്ങാറുള്ള റൂമുണ്ട്. ഓർ കൊല്ലപ്പെട്ടപ്പം കുളിപ്പിച്ച സ്ഥലം എന്ന് പറയപ്പെടുന്നുണ്ട്. ഓരോ കിണറുണ്ട് അവിടെ, വീട്ടിൻ്റെ ഉള്ളിലാണ് കിണറുള്ളത്. ആ കിണറിൽ നിന്നുള്ള വെള്ളം ബർക്കത്തിന് കുടിക്കാൻ പുറത്ത് വെച്ചിട്ടുണ്ട്, പൈപ്പിലാക്കിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് കുടിക്കുകയും ചെയ്യാം. ആ വീടിന്ന് കുറച്ച് നടന്നിട്ടാണ് പള്ളിയിലെത്തേണ്ടത്. ഖലീഫാൻ്റെ വീടാണ്, പള്ളിയപ്പുറമുണ്ട്. ആ പള്ളിയിലേക്ക് സുബീക്ക് ജമാഅത്തിന് പോകുമ്പോൾ തൂണിൻ്റെ ബേക്കിൽ മറിഞ്ഞിരുന്നതാണ് അബ്ദുറഹ്മാൻ ബിൻ മുൽജിം. പള്ളിയിലേക്കുള്ള വൈക്കുന്ന തന്നെ കുത്തിയുന്നുണ്ട്. മെഹ്റാബിലെത്തിയപ്പം ബേക്ക് പോയി കുത്തി, അങ്ങനെയും പറയുന്നുണ്ട്. അള്ളാഹു ആലം. അപ്പം മെഹ്റാബ്, ആ കുത്തേറ്റ മെഹ്റാബ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അത് കുറച്ച് ഇപ്പുറത്ത് തന്നെ ചില്ല് കൊണ്ട് കുടുക്കിയിട്ടുണ്ട്, അങ്ങോട്ട് കാണാൻ കഴിയൂല. ആ മെഹ്റാബ് എന്നാ കുത്തേറ്റെന്നും പറയുന്നുണ്ട് ചരിത്രത്തിൽ, അല്ല പോകുന്ന ബൈക്കാണെന്നും പറയുന്നുണ്ട്. ആ പള്ളിയും നമുക്ക് കാണാൻ കഴിയും. പിന്നെ പറഞ്ഞ അതിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു ആധാറാണെന്ത്, ഈ പറഞ്ഞ നൂഹ് നബീൻ്റെ കാലത്തെ തൂഫാൻ്റെ തന്നൂർ. ഇതൊക്കെ കൂഫയെ കാണാൻ പറ്റിയതാണ്. പിന്നെ കൂഫയിൽ കാണാൻ പറ്റിയത് നമ്മൾ ബസറയിൽ പോവാം. പിന്നെ ഒരു വലിയ പട്ടണമാണ് ബസറ, അല്ലേ? ബസറയിലാണ് ഹസനുൽ ബസരി ഉള്ളത്. നമുക്കെല്ലാം അറിയുന്ന ആളല്ലേ, പരിചയമില്ലേ? സയ്യിദ് താബിഈനാണ്. ഉമ്മു സലമ ബീവീൻ്റെ വീട്ടിലെ അവരുടെ അടിമപ്പെണ്ണായിരുന്ന ഹൈറയുടെ മോനാണ്. ഹൈറ എന്ന അടിമയായിരുന്നു ഇവരുടെ ഉമ്മ. അപ്പോൾ ഈ ഹൈറയെ കെട്ടിക്കപ്പെട്ടു, അതിൽ കുട്ടിയുണ്ടായി, ചെറിയ മോൻ ഹസൻ ഉണ്ടായി. അപ്പോൾ ഈ ഹസൻ ചിലപ്പോൾ കരഞ്ഞാൽ ആര് പാൽ കൊടുക്കലുണ്ടായിരുന്നോ? ഉമ്മു സലമ കൊടുക്കാറുണ്ടായിരുന്നു എന്നാ. എങ്ങനെ പാലുണ്ടായി എന്ന് ചോദിച്ചാൽ, അതിപ്പം കുറേ ദിവസം പ്രസവിച്ച് കാലം കഴിഞ്ഞാലും പാലുണ്ടാകുന്നതിന് വിരോധമൊന്നുമില്ലപ്പാ, കൊടുത്തു തന്നെ അങ്ങ് പറഞ്ഞു വെച്ചാൽ മതി. അത് മഹാലറ്റാ. അപ്പോൾ അതിൻ്റെ ബർക്കത്ത് അവർക്ക് കിട്ടിയെന്നാണ്. പിന്നൊരിക്കൽ ഖലീഫ ഉമ്മഹാത്തുൽ മോമിനീൻ്റെ ക്ഷേമാശൻ അന്വേഷിക്കാനും ഹദി കൊടുക്കാനൊക്കെ വരുത്തുണ്ട്. ഖലീഫ അല്ലേ, സുൽത്താൻ്റെ സുജാത്തല്ലേ. അപ്പോൾ ഒരിക്കൽ ഉമ്മുൽ മോമിനീൻ പറഞ്ഞു ഉമർ തങ്ങളോട്, അമീറുൽ മോമിനീൻ, ഈ മോനിക്കൊന്ന് ദ്വാരക്കണമെന്ന്. അങ്ങനെ ആ മോൻ്റെ തലയിൽ കൈവച്ചു അമീറുൽ മോമിനീൻ സയ്യിദുന വ മൗലാന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. എന്നിട്ട് ദ്വാരന്ന് കൊടുത്ത്, അതിൻ്റെ ബർക്കത്തുണ്ട്. ഉമറുൽ ഖത്താബ് തങ്ങളുടെ ദ്വാ കിട്ടിക്കൊണ്ട് കൈയും വെച്ചിട്ട് ദ്വാരന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ മഹാനായി സയ്യിദു താബിഈനായി മാറി. ബസറയിലാണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഓറ ഖബറും അവരുടെ വലിയ കൂട്ടുകാരനായിരുന്നു ഇബ്നു സീരീൻ, മുഹമ്മദ് ബിൻ സീരീൻ, പ്രസിദ്ധനാണ്. സ്വപ്ന വ്യാഖ്യാനത്തിൽ അറിയപ്പെട്ട ആളാണ്. അവരുടെ രണ്ടാളെ ഖബറു അടുത്തടുത്താണ്, ഒറ്റ കുബ്ബക്ക് അടിയിലാണ് ബസറയിൽ ഉള്ളത്. പിന്നെ ബസറയിൽ സിയാറത്ത് ചെയ്യാൻ പറ്റിയ കേന്ദ്രമാണ് ബഹുമാനപ്പെട്ട അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹുമ. സുബൈർ ബിനുൽ അവ്വാം, ഇന്ന ലികുല്ലി നബിയ്യൻ ഹവാരിയൻ വ ഇന്ന ഹവാരിയി സുബൈർ ബിനുൽ അവ്വാം. പ്രത്യേകമായൊരു സഹായി റസൂലുള്ളാഹിൻ്റെ ഹവാരിയാരാണ് സയ്യിദന സുബൈർ ബിനുൽ അവ്വാം. റസൂലുള്ളാഹിൻ്റെ അമ്മായിൻ്റെ മോനാണ്, ഉപ്പാൻ്റെ പെങ്ങളെ മോനും കൂടിയാണ്. അവരും ബസറയിലാണുള്ളത്. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി ബസറയിലാണുള്ളത്. മനസ്സിലായല്ലോ. പിന്നെ വരുന്ന വഴിയിലാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പറ്റുക. നാസിരിയ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം പിന്നെ നമുക്കറിയാലോ, ഭാഷാ ലോകത്ത് വലിയ രണ്ട് വിഭാഗങ്ങളാണ്, അഹ്ലുൽ ബസറ വ അഹ്ലുൽ കൂഫ. രണ്ട് ഇറാഖിലാണ്. വെളുത്തിയോ കേട്ടതാണ് ഇന്ദൽ കുഫീന വിന്തൽ ബസറീന, അല്ലേ? ഭാഷാപരമായും ആ ഭൂമികകൾ വലിയ ഇമാമികൾ ഉണ്ടായിട്ടുണ്ട്. കിസായി കൂഫക്കാരനാണ്, അല്ലേ? കിസായി കൂഫക്കാരനാണ്, സീബവൈഹി ബസറക്കാരനാണ്. ഇതൊക്കെ ആ നാട്ടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളാണ്. ഏതാണ്ട് ഉറക്ക് വരാൻ തുടങ്ങിയിട്ടില്ലേ? ഇല്ലേ? ഇല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല നല്ല യാത്രകൾക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യാത്രകളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം ആവേശം വരും. ഇപ്പോൾ തന്നെ എനിക്ക് ആവേശം തീർന്നിട്ടില്ല. ഞാൻ പോവാണ്, ഫെബ്രുവരി 18 പോവാണ്, 25 തിരിച്ചു വരും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കുറച്ചാളുകൾക്കും കൂടി ചാൻസ് ഉണ്ട് എൻ്റെ കൂടെ വരണമെങ്കിൽ. വരണേ വന്നോളി. 18 തീയതി പോകും, 18 പുലർച്ചെ കോഴിക്കോട് നിന്ന് പോകും, 25 തിരിച്ചിങ്ങോട്ട് വന്ന് 26 പുലർച്ചെ കോഴിക്കോടെത്തും. അത് നാദാപുരത്തെ ഒരു ജൽവ ഹോളിഡേയ്സ് ഉണ്ട്, അവരെ കറഫിലാഫും വേണ്ടവർക്കൊക്കെ വരാം. ചരിത്രങ്ങൾ ആവിറക്കിക്കൊണ്ടുള്ളൊരു യാത്രയായിരിക്കും. 29 ഇൻഷാ അള്ളാഹ് ഉസ്ബെക്കിസ്ഥാനിലേക്കൊരു യാത്രയുണ്ട്. 7 തീയതി തിരിച്ചു വരും, പാറക്കടവിലെത്തും. പിന്നെ 11 നോമ്പാണ്. പിന്നെ ഇൻഷാ അള്ളാഹ് ശവ്വാലിൽ സൗകര്യപ്പെട്ടാൽ സലാലയിലേക്കൊരു യാത്രയാണ്. സലാല മുമ്പ് നമ്മൾ പോയതാണ്. സലാല അത് കൂടി പറയണ്ടേ, ചരിത്രത്തിൻ്റെ ഇടയിലെ ഒരു യാത്രയായിരുന്നു സലാല യാത്ര. സലാലയിലാണ് നമ്മുടെ അബ്ദുറഹ്മാൻ അസാമി, പിന്നെ ആരുള്ളത് പറയപ്പെടുന്നു, അത്രയും നമ്മൾ പറയുള്ളൂ. നമ്മൾ പോയി എന്ന് വിചാരിച്ചിട്ട് അതന്നെ എന്ന് പറയാൻ കഴിയില്ലല്ലോ. പറയപ്പെടുന്നു നമ്മൾ ആര്, നമ്മുടെ ചേരമാനാണെന്ന് പറയപ്പെടുന്നു. ചേരമാൻ അത് കേരളത്തിൻ്റെ കുറേ നല്ല അതേ രൂപമുള്ള ത്വബീഅത്തുള്ള അന്തരീക്ഷമുള്ള ഒരു ഏരിയയാണ് ഈ സലാല എന്ന് പറയുന്ന ഏരിയ. സലാലയിൽ പിന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് സാദൃശ്യതയുണ്ട്. നമ്മൾ ഈ മുറുക്കുന്ന വെറ്റില, അതുപോലെ വാഴകൾ, തെങ്ങുകൾ ഒക്കെ വളരെ ഉഷാറായിട്ട് അവിടെ ഉണ്ട്. ആ ഏരിയ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കാണൂല. ഈ മഹാൻ്റെ, ഈ രാജാവിൻ്റെ ഖബറും പരിസരങ്ങളും ഏരിയയിലാണ് ഇത് കാര്യമായിട്ട് കാണാൻ കഴിയുക. പിന്നെ ഈ ഒമാനിയാക്ക് ഉള്ള കാര്യമായൊരു ബർക്കത്ത് സലാലക്കാർക്ക്, സലാല മത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരുടെ കടലിൽ നല്ല ബർക്കത്താണ്. കാരണം മാസിൻ ബിൻ ഖദൂബ എന്ന് പറയുന്ന സഹാബിയാണ് ഒമാനിലെ പ്രഥമ സഹാബി, പ്രഥമ മുസ്ലിം. അദ്ദേഹം അത്ഭുതകരമായ രൂപത്തിലാണ് മക്കത്തേക്ക് എത്തുന്നത്. കാരണം അദ്ദേഹം ആരാധിക്കുന്ന ബിംബം സംസാരിക്കുന്നു. എൻ്റെ കോലം എന്താ, നീ ഇങ്ങനെ കല്ലിനെ എന്നെ ആരാധിച്ചിരുന്നു, എന്താണ് എൻ്റെ പരിപാടി? മക്കത്ത് നബി വന്നിട്ടുണ്ടല്ലോ, അവിടെ പോയിക്കൂടെ, നിനക്കെന്താ മുസ്ലിം ആയിക്കൂടെ എന്നൊക്കെ ബിംബം ഇങ്ങനെ പറയുകയാണ് അയാളോട്. ഒരിക്കൽ കേട്ടു, രണ്ടാമത് കേട്ടു. അങ്ങനെ അയാൾ ഒറ്റപ്പോക്ക് പോയതാണ്. റസൂലുള്ളാഹിൻ്റെ അടുക്കലെത്തുകയും വിശ്വസിക്കുകയും തിരിച്ചു വരുമ്പോൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ എൻ്റെ നാട്ടിൽ ഭയങ്കര ക്ഷാമമാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടുകാർക്ക് ദ്വാരക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരം കൊടുത്തു, അവരുടെ ബഹറിൽ അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ. ഹദീസിലുണ്ട്, ഉസ്ദുൽ ഖാബയിൽ കാണാം ആ സംഭവം. അവരുടെ ബഹറിൽ നീ ബർക്കത്ത് ചെയ്യണേ. അതുകൊണ്ട് തന്നെയാണ് ഓല ബഹറിൽ നല്ല ബർക്കത്താണ്. മത്തിക്കെല്ലാം നല്ല വലിപ്പമാണ്. നമ്മളെ ഒരു ഐലാൻ്റെ വലിപ്പം ഉണ്ടാവും ഒരു മത്തി, അത്രയില്ലെങ്കിലും മനസ്സിലായില്ല. സലാല മത്തി എന്ന് പറഞ്ഞാൽ മഷൂറ, നല്ല രസകരമായ മത്തിയാണ്. അത് കാര്യത്തിൻ്റെ അറിയാം, ഗൾഫാരോട് ചോദിച്ചാൽ അറിയാം. അതുപോലെ ബഹറിൽ നല്ല ബർക്കത്താണ്. അപ്പോൾ സലാലയിൽ വേറെയും കുറേ ആളുണ്ട്. നമ്മൾ ഈ ഹദ്ദാദ് തങ്ങളുടെ അങ്ങോട്ടുള്ള ഒരു 10-11 ആട്ട പരമ്പര എത്തുന്ന ആളാണ് ആര്? ബഹുമാനപ്പെട്ട സാഹിബുൽ മിർബാത്ത് ഒരു ഖബർ സലാലൊക്കെ പരിസരത്താണ്. പിന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉർക്കുദ് ബിരിജിലിക്ക ഹാദാ മുഗ്തസലും ബാരിദുൻ വശറാബ്. അയ്യൂബ് നബി കുറേ പരീക്ഷണങ്ങൾക്ക് വിധേയനായല്ലോ. എന്നിട്ട് താഴോട്ടിറങ്ങിക്കോ, ആ വെള്ളത്തിൽ നിന്ന് കുളിച്ചോന്നൊക്കെ പറഞ്ഞില്ലേ. അത് ആ നബീൻ്റെ എന്ന് നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാനാവില്ലെങ്കിലും സലാലയിലാണ് എന്ന് പറയപ്പെടുന്ന ആ ഏരിയ നമുക്ക് കാണാൻ കഴിയും. ഒരു മലയും കുന്നും അതിൻ്റെ താഴെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇപ്പോൾ ഉണ്ട്. ആളുകളൊക്കെ വർഗത്തിന് കൊണ്ടൊക്കെ ഉണ്ട്. അയ്യൂബ് നബീൻ്റെ ഖബറാന്ന് പറഞ്ഞിട്ടൊരു ഖബറും അവിടെ നമുക്ക് സലാലയിൽ കാണാം. പിന്നെ ഹൂദ് നബീൻ്റെ ഖബർ കുറച്ചപ്പുറത്ത് കാണാം. പിന്നെ ഇമ്രാൻ, അത് കാലത്ത് എന്താണ് ആലു ഇമ്രാൻ അല്ലേ, ആല ഇമ്രാൻ ആലൽ ആലമീൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇമ്രാൻ കുടുംബത്തെ അള്ളാഹു വല്ലാതെ ആദരിച്ചിട്ടുണ്ട്. ആ ഇമ്രാനാണോ എന്നറിയില്ല. ഇമ്രാൻ്റെ പേരിലൊരു ഖബർ ഇവിടെ ഉണ്ട്, സലാലയിലുണ്ട്. ഞാൻ അത്രയേ പറയുള്ളൂ കേട്ടോ. നമുക്ക് മുതയക്കിനാകാത്തത് പറയാൻ കഴിയില്ലല്ലോ. വളരെ നീളമുള്ളൊരു ഖബറാണ് ഈ ഇമ്രാൻ്റെ ഖബർ. സലാലയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഇമ്രാൻ്റെ ഖബറുള്ളത്. വളരെ പറയപ്പെടുന്നു ഇമ്രാൻ മാത്രമായിക്കൂല, വേറെയും കുറേ ആളുകൾ ഒന്നിച്ചിട്ട് ഇങ്ങനെ ഒന്നിച്ചു അറിവേതാ ലാസ്റ്റ് ഒന്നിച്ച് കിട്ടിയതായി കൂടെ, അങ്ങനെ പറയപ്പെടുന്നവരും ഉണ്ട്. ഏതായാലും ഓല അംഗീകൃതമായ ഔഖാഫിൻ്റെ രേഖപ്പെടുത്തപ്പെട്ട മസാറുകളിൽ പെട്ടതാണ് അതൊക്കെ. പിന്നെ ഹൂദ് അലൈഹിസ്സലാമിൻ്റെ പേരിലുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ കുറേ കാഴ്ചകളുണ്ട്, അതും സലാലയിലുണ്ട്. പ്രകൃതി രമണീയമായ കാഴ്ചകളുണ്ട്. പിന്നെ ഈ കാന്തിക ശക്തിയിൽ വണ്ടി നിർത്തിയാൽ ബേക്കോട്ടേക്ക് സ്വമേധയാ കയറിപ്പോവും. അങ്ങനൊരു ഏരിയ ഉണ്ട്.
മാഗ്നറ്റിക് പവറുള്ളൊരു ഏരിയ ഉണ്ട്. അതും നമുക്ക് കാണാൻ കഴിയും സലാലയിൽ. അത്ഭുതകരമായൊരവസ്ഥയാണ്, ഞാൻ കണ്ടതാണ്. അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. ഉയരത്തിൽ വണ്ടി വെച്ചാൽ താഴോട്ടല്ല വണ്ടി, ഉയരത്തിൽ വെച്ചിട്ട് പോലും ബേക്കിൽ കയറി ഇങ്ങനെ പോകും. അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ. അത് ഭൂമിയുടെ ഒരവസ്ഥയാണ്. ഇങ്ങനെ പിന്നെ വേറെയും കുറേ സംഗതികളെല്ലാം ഉണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല നല്ല യാത്രകൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സീറൂ ഫിൽ അർളി എന്ന് ഖുർആൻ എത്ര സ്ഥലത്താണ് പറഞ്ഞത്? ഖുൽ സീറൂ ഫിൽ അർളി, ഖുൽ സീറൂ ഫിൽ അർളി അഫലം യസീറൂ ഫിൽ അർളി. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് സീറൂ ഫിൽ അർളി ഫൻദുറു കൈഫ ബദ അല്ലാഹുൽ ഖൽഖ്. എങ്ങനെയാണ് സുമ്മ യുൻശിഉൻ നശ്അത്തൽ ആഖിറ, എങ്ങനെ ഇത് തുടങ്ങി, എങ്ങനെ ഇത് പിന്നെ പുനർജന്മത്തെക്കുറിച്ച് പഠിക്കാൻ യാത്ര ചെയ്താൽ മതി. തീർച്ചയായും പല നാടുകളിലും പോകുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് നാടുകളിലെ നമുക്ക് കണ്ടുകൊണ്ടിങ്ങനെ കാണാമല്ലോ. ഈ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തെ സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ജോർദാൻ്റെ ഭാഗങ്ങളിലുള്ള ചില ചാവുകടലിൻ്റെ ഏരിയകളൊക്കെ, അതെല്ലാം അത്രേ പറയാൻ കഴിയുള്ളൂ, കട്ടായമായിട്ട് പറയാൻ കഴിയൂല. കീഴ്മേൽ മറിച്ച സ്ഥലം സദൂം എന്ന് പറയുന്ന ഗ്രാമം ജോർദാനിലെന്ന് പറയപ്പെടുന്നു. സദൂം എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് ഈ ഫാഹിഷത്ത് ചെയ്യുന്ന ഒരു ഖൗമുണ്ടായിരുന്നല്ലോ, ലൂത്ത് നബിൻ്റെ ഖൗം, അവരുടെ ഏരിയയാണ്. അവിടെ ലാ തുംബിത്തു ഷൈഅൻ, ഇന്നും ഒന്നും മുളപ്പിക്കാത്ത ഭൂമിക, കീഴ്മേൽ മറിച്ചിട്ടതാണ്. ഫജഅൽനാ ആലിയഹാ സാഫിലഹ, അല്ലേ, വഅംതർന അലൈഹിം ഹിജാറത്തൻ, അതാ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം കണ്ടാൽ ഇതെല്ലാം ഉള്ളതാണ്, ഇതെല്ലാം യാഥാർത്ഥ്യമാണ്, ശരിക്കും ബോധ്യമാവൂലേ? അതെ. അപ്പോൾ സഞ്ചാരം നല്ല പാഠങ്ങൾ നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല യാത്രകൾക്കൊക്കെ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.